ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പ്രതിവാര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഹൗസിലെ പുസ്തകലോകം പരമ്പരയുടെ 5ാം ഭാഗത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകമാണ്. ഇതൊരു മെമ്മോയർ ആണ്. നമുക്കറിയാം, ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ ഒരു ഇന്ത്യൻ വനിതയാണ് ശ്രീമതി അരുന്ധതി റോയ്. അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതുപോലെ പിന്നീട് ഇറങ്ങിയിട്ടുള്ള മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അതിനുശേഷം വന്നിട്ടുള്ള മദർ മേരി കംസ് ടു മീ. ഇത് ഒരു ട്രിലജിയിൽപ്പെട്ട ഒരു നോവലായിട്ട് കണക്കാക്കാം. അവരുടെ ആത്മകഥാംശം വളരെയധികം കടന്നു വന്നിട്ടുള്ള 3 നോവലുകളാണിത്. കോട്ടയത്തെ അയമനം എന്ന ചെറിയ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ആണ് ആദ്യത്തെ ഈ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മദർ മേരി കംസ് ടു മീ എന്ന ഈ പുസ്തകത്തിലും തീർച്ചയായിട്ടും ആ ഒരു കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിനോട് ചേർന്ന് കിടക്കുന്ന അയമനം ഗ്രാമത്തിലെ 18 വയസ്സ് വരെ അവർ കഴിച്ചു കൂട്ടിയ ബാല്യ കൗമാര കാലത്തെ അനുഭവങ്ങളുടെ, ആ സ്മരണകളുടെ ശക്തമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് കെട്ടിയുയർത്തിയ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒരു സ്മാരക ശിലകൾ പോലെ ഉള്ള പുസ്തകങ്ങളാണിവ. അവസാനത്തെ പുസ്തകമാണ്, അതായത് ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. മദർ മേരി കംസ് ടു മീ എന്ന ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ശ്രീ CP ഷഫീഖ് എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കാരനാണ്. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വയനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, മീനങ്ങാടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടി. അലിഗറിലെ ഡൽഹി പബ്ലിക് സ്കൂൾ, സൗദി അറേബ്യയിലെ നജ്റാൻ യൂണിവേഴ്സിറ്റി, അതുപോലെ ഒമാൻ എന്നിങ്ങനെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി അക്കാദമിക് പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര സെമിനാറുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യ പുസ്തകം മറവിയുടെ താക്കോൽ, അതിന് ഉമ്മൻചാണ്ടി സ്മാരക അധ്യാപക സാഹിത്യ പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുന്ധതി റോയുടെ ഈ പുസ്തകം മദർ മേരി കംസ് ടു മീ എന്ന ഈ പുസ്തകത്തിനും 2026 വിമൻസ് പ്രൈസ് ഫോർ നോൺ ഫിക്ഷൻ അതിന്റെ ചുരുക്കപ്പട്ടികയിലുള്ള ഒരു പുസ്തകമാണിത്. ഇതിനെ പരിചയപ്പെടുത്താനാണ് ശ്രീ ഷഫീഖ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാന ഭാഗം, let me start with those last lines. The wind is picking up. I must straighten my shoulders too, because anything can happen to anyone. It is best to be prepared എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നിന്ന് ഞാൻ ശ്രീ ഷഫീഖിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ഷഫീഖ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തും. സ്വാഗതം. Okay, thank you, madam. Good evening, all. Good evening, Pradeep sir. First of all, I would like to thank Pradeep sir for this invitation. വളരെ കോംപ്ലക്സ് ആയ ഒരു പുസ്തകമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നേരത്തെ ഹേമ മാഡം പറഞ്ഞതുപോലെ ഇറ്റ്സ് എ മെമ്മോർ. പക്ഷെ ഇതൊരു മെമ്മോർ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായൊരു ഉത്തരം നൽകാൻ പറ്റാത്തൊരു പുസ്തകമാണ്. ഒരു അരുന്ധതി റോയ് എന്നൊരു എഴുത്തുകാരിയെ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തന്നെ എന്താണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പല ഉത്തരമാണ്. ബേസിക്കലി ഷീ ഫെൽറ്റ് ദാറ്റ് ഷീ റോട്ട് ദിസ് ബുക്ക് ആസ് എ കുട്ടികളുടെ മെമ്മറി അല്ലെങ്കിൽ ഗ്രോയിങ് അപ്പ് ആസ് എ ചിൽഡ്രൻ എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പക്ഷെ
അതിനെ വായിച്ചത് പലരും പല രൂപത്തിലാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആസ് എ ക്രിട്ടിക് ഓൺ ദ സിറിയൻ കാത്തലിക് കമ്മ്യൂണിറ്റി, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആസ് എ ക്രിട്ടിക് ഓഫ് കേരള സൊസൈറ്റി, ക്ലാസ് സ്ട്രഗിൾസ്, ക്രിട്ടിക് ഓഫ് കമ്മ്യൂണിസം, അങ്ങനെയൊക്കെ ഒരുപാട് എസ്സേസ് വന്നു. അപ്പൊ അങ്ങനെ വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അരുന്ധതി റോയ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ ഇതിന്റെ ഒരു ജാനർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വായിക്കുമ്പോൾ ഇത് പലതായിട്ട് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈസ് ഇറ്റ് എൻ ഓട്ടോബയോഗ്രഫി ഓഫ് അരുന്ധതി റോയ് ഹെർസെൽഫ്? ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇനി അരുന്ധതി റോയ്ക്ക് സ്വന്തമായ ഒരു ഓട്ടോബയോഗ്രഫി എഴുതേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഓട്ടോബയോഗ്രഫി എഴുതി കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യപ്പെടാനും പോകുന്നില്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ ദിസ് ബുക്ക്. ഇനി അതല്ല, ഇസ് ഇറ്റ് എ ബയോഗ്രഫി ഓഫ് മാരി റോയ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് യെസ് എന്നും പറയാൻ പറ്റില്ല, നോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് വെരി കോംപ്ലക്സ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ക്ലാസിഫൈ ദിസ് ബുക്ക് ഇൻ ടു എ സർട്ടൻ ജോണർ. പക്ഷെ പൊതുവെ ഇതിനെ ഒരു മെമ്മോർ ആയിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. ഇതിൽ ഒരുപാട് ഇഷ്യൂസ് ഈ പുസ്തകത്തിന്റെ അകത്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി യുനോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇതിന്റെ ടൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് വെരി കോംപ്ലക്സ്. അരുന്ധതി റോയിയും അമ്മയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ അകത്ത് വേറെ ഒരുപാട് ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട്. ചില അമ്മയായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതുണ്ട്, ഇല്ലാത്തതൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈഫ് ഓഫ് ഇന്ത്യൻ സിബ്ലിങ്സ്, സ്പൗസ് കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ജനറേഷൻസ്, സെക്സസ്, ക്ലാസസ്, എത്നിക് ഗ്രൂപ്പ്സ്, റിലീജിയൻ, വയലൻസ്, പൊളിറ്റിക്സ്. ഇപ്പൊ ഒരുപാട് കോംപ്ലക്സ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ പുസ്തകം. അപ്പൊ മദർ മാരി കംസ് ടു മീ എന്നൊരു ടൈറ്റിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഓക്കെ, ദിസ് ഈസ് അബൌട്ട് അരുന്ധതി റോയ്സ് മദർ. ബിക്കോസ് അമ്മ മരിച്ചതിന് ശേഷം 2022 മരിച്ചതിന് ശേഷം എഴുതിയ ഒരു പുസ്തകമാണ്. പക്ഷെ നമുക്ക് അതില് അങ്ങനെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു പ്രത്യേകത ഈ പുസ്തകത്തിന്റെ, ഇറ്റ് കുഡ് ബി റെഡ് ആസ് എ ഫിക്ഷൻ. നമ്മളിത് വായിക്കുകയാണെങ്കിൽ ഒരു ഫിക്ഷൻ വായിക്കുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഫാക്ച്വൽ തിങ്സ് വി ഫീൽ ഇറ്റ് ആസ് ഫിക്ഷണൽ. ഫിക്ഷണലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് കുഡ് ബി റെഡ് ആസ് എ ബിൽഡങ്സ് റൊമാൻ നോവൽ. അതെ, നോവൽ ഡീലിംഗ് വിത്ത് എ പേഴ്സൺസ് ഫോർമാറ്റീവ് ഇയേഴ്സ്, ദ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദ ലൈഫ് ഓഫ് എ ഹീറോ ഓർ ഹീറോയിൻ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വായിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഫിക്ഷൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് കൂടി ഇത് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഗ്രേറ്റ് ഫിക്ഷൻസ് ആർ ഓട്ടോബയോഗ്രഫിക്കൽ. ലോകത്ത് എഴുതപ്പെട്ട മഹത്തായ പല ഫിക്ഷൻ പുസ്തകങ്ങളും അല്ലെങ്കിൽ നോവലുകളും ഒക്കെ എന്താണ്, ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. അതിന്റെ ഒരു മറുവശമുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഓട്ടോബയോഗ്രഫീസ് ആർ ഹാവിങ് ഫിക്ഷണൽ എലിമെന്റ്സ്. ഓട്ടോബയോഗ്രഫി എഴുതിയ പല ആളുകളും അതിനെ റീഡബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഫിക്ഷണൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, ദിസ് ഈസ് വെരി ഓണസ്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്, ട്രൂത്ത്ഫുൾ അനാലിസിസ് ഓഫ് her own life, her relationship with her mother. ഓക്കെ, അതിൽ ഒരുപാട് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് കടന്നു വരുന്ന, ലൈഫില് ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു വരുന്ന ഒരു പുസ്തകമാണ്. പിന്നെ ഇതിന്റെ നാരറ്റീവ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അറ്റ് ടൈംസ് വി ഫീൽ ദാറ്റ് ദ നാരറ്റീവ് സ്റ്റൈൽ ഒരു ഫിക്ഷന്റെ അതേ രൂപത്തിലുള്ള ലാംഗ്വേജ് അതിനെ ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഫിക്ഷണൽ ആയിട്ട് ഇതിനെ ഫീൽ ചെയ്യുന്നത്. എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലേസസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ ആ മെമ്മറി. ഷീ റിമെമ്പേഴ്സ് ഈച്ച് ആൻഡ് എവറിഥിങ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ടിൽ ആ സ്റ്റേജിൽ, ഈ പുസ്തകം എഴുതപ്പെട്ട സ്റ്റേജ് വരെയുള്ള ഏറ്റവും ഡീറ്റെയിൽസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർമ്മിച്ചെടുത്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഫിക്ഷണൽ എലിമെന്റ് അതിലേക്ക് കടന്നു വരുന്നത്. ലൈക്ക് ഇൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെങ്കിൽ ദ മിനിസ്ട്രി ഓഫ് അട്ട്മോസ്റ്റ് ഹാപ്പിനെസ്സിലൊക്കെ ഉപയോഗിച്ച അതേ ഒരു ശൈലിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സമയത്ത് ദ നരേഷൻ ഇസ് ടു ഹിസ്റ്റോറിക്കൽ. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരുപാട് ഹിസ്റ്റോറിക്കൽ എലിമെന്റ്സിന് ഇതിനൊരു
ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു ജേർണലിസ്റ്റിക് സ്റ്റൈലിൽ അതിനെ നരേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് വെച്ചാൽ അതുണ്ട്. അറ്റ് ടൈംസ് ദ മോഡ് ഈസ് കൺഫെഷണൽ. പല കൺഫെഷണൽ പിന്നെ റൈറ്റിംഗും എഴുതിയതുപോലെ എസ്പെഷ്യലി കൺഫെഷണൽ വിമൻ റൈറ്റേഴ്സ് വളരെ തുറന്നെഴുത്തും ഇതിന്റെ അകത്ത് കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മോഡ് ഓഫ് നരേഷൻ എന്നതും ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ആംഗിളിൽ ഇതിനെ നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ അത് അതിന്റെ നാരറ്റീവ് ടെക്നിക്സ്, നാരറ്റീവ് സ്റ്റൈൽസ് സംടൈംസ് ഫിക്ഷണൽ സ്റ്റൈലായി തോന്നും, കൺഫെഷണൽ മോഡ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഉണ്ട്. അപ്പൊ ഓരോ സാഹചര്യത്തിനും ഓരോ ചാപ്റ്റേഴ്സിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലാണ്. അപ്പൊ നമുക്കറിയാം അരുന്ധതി റോയ് ബേസിക്കലി പ്രൊഫഷണലി ഷീസ് എ പ്രൊഫഷണലി ട്രെയിൻഡ് ആർക്കിടെക്ട്. അപ്പൊ ആർക്കിടെക്ചർ പഠിച്ച ആളാണ്. പക്ഷെ ആ ഒരു ഫീൽഡിന്റെ അകത്ത് അരുന്ധതി റോയ്ക്ക് കൂടുതൽ തിളങ്ങാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഹെർ റൈറ്റിംഗ്സ് ഹാവ് ഗോട്ട് ദിസ് ആർക്കിടെക്ടോണിക്സ്. ഈ ആർക്കിടെക്ടോണിക്സ് ഉപയോഗിച്ച റൈറ്റിംഗ് അതെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാവുന്നതാണ്, അതിന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അപ്പൊ എന്താണ് ശരിക്കും ഇതിന്റെ അകത്തുള്ള കോണ്ടൻസ്? ഇറ്റ്സ് അബൌട്ട് മാരി റോയ്. ഇപ്പൊ മാരി റോയ് ആരാ നമുക്ക് അറിയാം. ഇറ്റ്സ് എ വെൽ നോൺ ഫിഗർ ഇൻ കേരള ഹിസ്റ്ററി. അപ്പൊ അവര് ഒരുപാട് ഒരു എഡ്യൂക്കേറ്റർ ആണ്. ഷീസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഷി വാസ് എ ഫൈറ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മാരി റോയ് എന്ന് പറയുന്നത് 1986 നമ്മുടെ സുപ്രീം കോർട്ട് കേസ് മാരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ അത് ട്രാവങ്കൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ സിറിയൻ കാത്തലിക് സ്ത്രീകൾക്ക് പിന്നെ സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെ അവർ നടത്തിയ ഒരു കേസ്, അതിൽ ഏറ്റവും അധികം തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് മാരി റോയ്. അപ്പൊ അവരുടെ ലൈഫാണ് അതിന്റെ അകത്ത് കൂടുതൽ കൊണ്ടുവരുന്നത്. അപ്പൊ അരുന്ധതി റോയുടെ ചെറുപ്പ കാലഘട്ടം മുതല് അതില് മാരി റോയ് അല്ലെങ്കിൽ റജീബ് റോയ്, അവര് അരുന്ധതി റോയുടെ ഫാദർ ബംഗാളിയായിരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു ലൈഫിന്റെ അക്കൗണ്ട് ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ഘട്ടത്തിലും അരുന്ധതി റോയ്ക്ക് അവരുടെ ലൈഫിൽ ഫൈറ്റിങ്സിലൊക്കെ എത്രമാത്രം മദറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. എ സ്ട്രോങ് സ്റ്റബേൺ ലേഡി ഇൻഫ്ലുവൻസ്ഡ് ത്രൂ ഔട്ട് ഹർ ലൈഫ്. ഇതാണ് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. വളരെ പിന്നെ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ദേ ഗോട്ട് സെപ്പറേറ്റഡ്. അങ്ങനെ അവര് ഊട്ടിയിൽ അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു വീടിന്റെ അകത്തേക്ക് പിന്നെ തിരിച്ചു പോകുന്നു ഈ രണ്ട് ചെറിയ കുട്ടികളുമായിട്ട്. പക്ഷെ അവിടെ അവരുടെ ആ ഇൻഹെറിറ്റൻസ് റൈറ്റ് നഷ്ടപ്പെടുന്നു. ജി ഇസാക്ക് എന്ന് പറയുന്ന അവരുടെ പിന്നെ അരുന്ധതി റോയുടെ അങ്കിൾ അല്ലെങ്കിൽ ബ്രദർ ഓഫ് മാരി റോയ് അവരവിടുന്ന് പുറത്താക്കുന്നു. ആ ഘട്ടത്തിലാണ് അവർ ഈ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്, ഇൻഹെറിറ്റൻസ് റൈറ്റുമായിട്ട്. അതിന്റെ ശേഷം പിന്നീട് അവർ വീണ്ടും അയമനത്തേക്ക്, കോട്ടയത്തേക്ക് തിരിച്ചു വരുന്നു. അവിടെ റോട്ടറി ക്ലബിലെ ഒരു റെന്റഡ് റൂമിന്റെ അകത്ത് ഷീ സ്റ്റാർട്ട്സ് എ സ്കൂൾ, മാരി റോയ്. പള്ളിക്കൂടം എന്നാണ് പിന്നെ ആ സ്കൂളിന് അന്ന് പേരിട്ടത്. പിന്നീട് അത് വലിയ സ്കൂളായിട്ട് മാറി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പുസ്തകത്തിന് ത്രൂ ഔട്ട് ദ ബുക്കിനോ അരുന്ധതി റോയ് മോസ്റ്റ്ലി അഡ്രസ്സസ് ഹർ മദർ ആസ് മാരി റോയ്, മിസ്സിസ് റോയ് എന്നാണ് സംബന്ധിച്ചത്. കാരണം സ്കൂളിന്റെ അകത്തു നിന്നുള്ള ഒരു ശീലമാണത്. എല്ലാ കുട്ടികളെ പോലെയും ഈ രണ്ട് മക്കളും അവര് അരുന്ധതി റോയുടെ പിന്നെ ബ്രദർ ഉണ്ട്, അതിൽ ലളിത് കുമാർ ക്രിസ്റ്റഫർ റോയ് എന്നാണ്. ഇതിന്റെ അകത്ത് LKC എന്ന് മാത്രം പിന്നീട് അധികം ഉപയോഗിക്കുന്നത് ഈ ആളുകളെ കുറിച്ച്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് അത്ര ഊഷ്മളമായിരുന്നില്ല ഇവർ തമ്മിലുള്ള. എപ്പോഴും ഇങ്ങനെയുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ് ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പലതവണ അരുന്ധതി റോയിയോട് ഇവർ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു അരുന്ധതി റോയ് കേൾക്കുന്ന മദറിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഈ ഒരു ഡയലോഗ് ഇതാണ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ. അപ്പൊ മാരി റോയ് ആക്ച്വലി ആരായിരുന്നു? അതോറിറ്റേറിയൻ ലേഡി ആയിരുന്നു. ഷീ ഹാഡ് ഹെർ ഓൺ റൂൾസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിഹേവിയറിലൂടെയാണ് പിന്നെ അത് കണ്ടുകൊണ്ട്, അങ്ങനെ ഒരു അമ്മയെ കണ്ടുകൊണ്ട് വളർന്നു വന്ന ഒരു വലിയ സാഹചര്യം. പക്ഷെ അത് നമുക്കത് ഔട്ട്വേർഡ്ലി നെഗറ്റീവ് ആണെന്ന് തോന്നുമെങ്കിലും ആ ഒരു ക്യാരക്ടറാണ് പിന്നീട് അരുന്ധതി റോയിൽ ഉണ്ടായതെന്ന് ഷീ അക്നോളജസ് ഇറ്റ് ഇൻ ദിസ് ബുക്ക്. പിന്നീട് അങ്ങോട്ട് പിന്നെ ഈ പുസ്തകത്തില് ഒരുപാട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാണ് ആർക്കിടെക്ടോണിക്സിലേക്ക് അല്ല ആർക്കിടെക്ചറിലേക്ക് അവർ കടന്നു വരുന്നത്. അയമ്പനത്ത് കോട്ടയത്ത് ഒരു പുതിയ എന്താണ് സ്കൂള് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ആർക്കിടെക്ട് വരികയും ആ ആർക്കിടെക്ടിന്റെ അസിസ്റ്റന്റുമായിട്ട് അരുന്ധതി റോയ്ക്ക് ഉണ്ടാകുന്ന പിന്നെ ഒരു അഫെക്ഷൻ, ആ ഒരു പിന്നെ കാരണത്താലാണ് അവർ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി ഡൽഹി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലേക്ക് പോകുന്നത്. അവിടെ ഒരു അൺഒഫീഷ്യൽ മാരേജ് വിത്ത് ദാറ്റ് മാൻ, അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളുമായിട്ട്. അപ്പൊ ഇത് ഈ ആളുടെ ചില പേരുകളൊന്നും അങ്ങനെ റിയൽ പേരായിട്ട് കൊടുക്കുന്നില്ല അവിടെ. അത് അത് ഇന്റൻഷനലി എന്നറിയില്ല. അയാളെ ജേസി എന്നാണ് ശരിക്കും അഡ്രസ് ചെയ്യുന്നത്, ജീസസ് ക്രൈസ്റ്റ് എന്നാണത്. പിന്നീട് ചെറിയ ജോലികൾ ചെയ്യുന്നു. നിസാമുദ്ദീന്റെ ഏരിയയിൽ പിന്നെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു റെന്റഡ് റൂമിലൊക്കെ താമസിക്കുന്ന, അതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇങ്ങനെ കരച്ചിൽ വരുന്ന രംഗങ്ങളായിരിക്കും. എത്ര മാത്രം തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് അരുന്ധതി റോയ് കടന്നുപോയെന്നുള്ളത്. അതിന്റെ ഇടക്ക് പിന്നെ ഈ അൺഒഫീഷ്യൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അത് സെപ്പറേറ്റഡ്. അപ്പൊ ശരിക്കും നിസാമുദ്ദീനിലെ ആ ലൈഫ് അതാണെന്ത് that became an inspiration, instrumental എന്തില് ദ സെക്കൻഡ് നോവൽ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഞാൻ ഈ മിനിസ്ട്രി ഒക്കെ വായിച്ച സമയത്ത് എന്റെ നോർത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ ലൈഫ്, എസ്പെഷ്യലി ദ നോർത്ത് ഇന്ത്യൻ മുസ്ലിം ലൈഫ്, ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്പിറേഷൻ സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്തത് ഇതാണ്. ശരിക്കും ഈ പുസ്തകം തന്നെ എന്താ വെച്ചാല് ഇറ്റ്സ് എ സോഴ്സ് ബുക്ക് ഫോർ മോസ്റ്റ് ഓഫ് ദ അരുന്ധതി റോയ് ബുക്സ്. അരുന്ധതി റോയുടെ ഫിക്ഷണൽ ആയിട്ടും നോൺ ഫിക്ഷണൽ ആയിട്ട് എഴുതിയ മുഴുവൻ പുസ്തകങ്ങളുടെയും ഒരു സോഴ്സ് ബുക്ക് ആയിട്ട് നമുക്ക് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഈ പുസ്തകം ഉപയോഗിക്കാവുന്നതാണ്. കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ നോവലുകൾ എഴുതാൻ ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് മറ്റു ബുക്സ്, നോൺ ഫിക്ഷണൽ ബുക്സ് എല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഫേസിൽ ആർക്കിടെക്ചറിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ച അരുന്ധതി റോയ് നെക്സ്റ്റ് കരിയറിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ്. അതാണ് ഷീ വർക്ക്ഡ് ആസ് എ ഫിലിം ആക്ടർ, ലേറ്റർ ഷീ വർക്ക്ഡ് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ. ഫിലിം ഫീൽഡിൽ കുറച്ചു കാലം അരുന്ധതി റോയ് വർക്ക് ചെയ്യുകയും പ്രദീപ് കൃഷ്ണൻ എന്ന് പറയുന്ന പിന്നെ ഒരു ഫിലിം ഫീൽഡിലെ ഫിലിം ഡയറക്ടർ, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ്, ലേറ്റർ ഓൺ ദേ ഗെറ്റ് മാരീഡ്, ഇങ്ങനെയുള്ള ഈ പ്രോസസ്സ് ഇതെല്ലാം ഇതിന്റെ അകത്ത് വിവരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ എന്താണ് ഷീ അവരെന്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ്. മദർ മേരിയായിട്ട് ഓൾമോസ്റ്റ് 7-8 ഇയേഴ്സ് നോ കണക്ഷൻ. ഇതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതിൽ തന്നെ ഫിലിം വർക്ക് ചെയ്യുന്ന സമയത്ത് അതാണ് കൺഫെഷണൽ മോഡ് പറയുന്നത്. ഒരു പ്രഗ്നൻസി, അബോർഷൻ, അരുന്ധതി റോയ് ഹാഡ് ടു അണ്ടർഗോ ആൻ അബോർഷൻ വിത്തൗട്ട് അനസ്തേഷ്യ. ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നടത്തുന്ന, അതാണ് ഇതിലെ കൺഫെഷണൽ മോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറന്നെഴുത്തുള്ളത്. അതൊക്കെയാണ് സംഭവം പറയുന്നത്. പിന്നെ അതിന്റെ ശേഷം എങ്ങനെയാണ് അരുന്ധതി റോയ് ഒരു സക്സസ്ഫുൾ ആയ റൈറ്റർ ആയിട്ട് കയറി വരുന്നത് ഫിക്ഷൻ, അത് അവരെ കരിയറിനെ ഫുള്ളും പിന്നെ മാറ്റിമറിക്കുന്നത്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, വളരെ മീഗർ സിറ്റുവേഷൻസ്, വളരെ മോശം അവസ്ഥയുള്ള റൂമുകളിൽ ഭക്ഷണം പോലും കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥയിൽ വളർന്നു വന്ന അരുന്ധതി റോയിയെ പെട്ടെന്ന് മാറ്റിമറിക്കുകയും ഒരുപാട് റോയൽറ്റിയുടെ ക്യാഷ് ഒക്കെ വരുന്നതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നത്. നെക്സ്റ്റ് ഈ പുസ്തകത്തിന്റെ അകത്ത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ ശേഷം അരുന്ധതി റോയ് ഏർപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നർമ്മദ ഇഷ്യൂസ്, she got involved in the Kashmir issue, she got involved in the Naxalism, she was called an urban Naxal. പിന്നെ many of her books against American imperialism, ഇതേപോലെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സാഫ്രൺ പൊളിറ്റിക്സിനെതിരെ. ഇങ്ങനെയുള്ള ഒരു ആക്ടിവിസ്റ്റ് ഫേസ് കൂടി ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇത് ആ സമയങ്ങളിലൊന്നും ഈ പുസ്തകത്തിലും മാരി റോയ് എന്ന ആൾക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പുസ്തകം എഴുതപ്പെടുമ്പോൾ അരുന്ധതി റോയ് ഇന്റൻഷനലി ഷീസ് ട്രൈങ് ടു സ്പീക്ക് ഔട്ട്, ഷീസ് ട്രൈങ് ടു ആൻസർ ടു ദ മെനി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വർ ആസ്ക്ഡ് ടു ഹർ. അരുന്ധതി റോയ് എന്നൊരു എഴുത്തുകാരിയോട് സമൂഹം ചോദിച്ചിരുന്ന, അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡൗട്ട് ക്ലിയറൻസ്, ആളുകൾക്കുണ്ടായിരുന്ന പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. എങ്ങനെയാണ് വാട്ട് വർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മെയ്ഡ് ഹെർ ഗെറ്റ് ഇൻവോൾവ് ഇൻ മെനി ഓഫ് ദ സോഷ്യൽ ഇഷ്യൂസ്. ഇത് വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്.
അപ്പൊ ഇതാണ്. പിന്നെ ഈ പുസ്തകം നമുക്ക് എന്തുകൊണ്ട് വൈ ഇറ്റ് ഈസ് റീഡബിൾ എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ബിക്കോസ് വി ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് പാരഡോക്സസ് ഇൻ ദിസ്. എങ്ങനെയായിരുന്നു അരുന്ധതി റോയ് അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അവിടെ ചില സമയത്ത് ഇറ്റ് വാസ് വെരി ഫ്യൂരിയസ് ഫൈറ്റ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ ഭയങ്കരമായ ഫൈറ്റ് നടക്കും. അറ്റ് ടൈംസ് ഇറ്റ് വാസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. അപ്പൊ ഇതില് പിന്നെ ഈ പുസ്തകത്തിന്റെ ശരിക്കുള്ള ആകത്തുക ചില സെന്റൻസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇൻ ദീസ് പേജസ് മൈ മദർ, മൈ ഗാങ്സ്റ്റർ ഷാൽ ലിവ്, ഷി വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം. അതന്നെയാണ്, ഷി വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം. ഈ രണ്ട് തരത്തിലുള്ള ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു മേരി റോയ്. അപ്പൊ മേരി റോയ് ഒരു സ്റ്റബേൺ ആളായിരുന്നു. അപ്പൊ പലപ്പോഴും അവരെ ഓർമ്മിക്കുന്നതിന് അങ്ങനെയാണെന്ത്, ഷി ഹാഡ് സ്ട്രിക്ട് റൂൾസ്. അപ്പൊ ഒരു ഷി വാസ് എ കൈൻഡ് ഓഫ് ബെനവലന്റ് ഡെസ്പോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലെ മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, ഇതിന്റെ അകത്തുള്ള റിലേഷൻഷിപ്സ് ഇതെല്ലാം പാരഡോക്സിക്കലാ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരുന്ധതി റോയ് ആൻഡ് അത് എന്റെ ഇടയ്ക്കൊക്കെ അച്ഛൻ കടന്നു വരുന്നുണ്ട്, റജീബ് റോയ്. അപ്പൊ അതിന്റെ ആ റജീബ് റോയ് പോലും ഒറിജിനൽ നെയിം അല്ലെങ്കിൽ ഫാദർ ഒന്നും കൊടുക്കുന്നില്ല, മിക്കി എന്നുള്ള ഒരു പേരിലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് എലിമെന്റ്സ് ഓഫ് പാരഡോക്സസ് ഇതിന്റെ അകത്ത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് കുഡ് ബി റെഡ് ആസ് എ ഫിക്ഷൻ, ആസ് എ പീസ് ഓഫ് പോയറ്റിക് വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാംഗ്വേജ് ഓഫ് പോയട്രി, ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു മേഖലയിലേക്ക് ഒതുക്കി പറയാൻ പറ്റാവുന്ന ഒരു പുസ്തകമല്ല. ബേസിക്കലി ഓക്കെ, ഇറ്റ്സ് എ മെമ്മോർ, ബട്ട് ഇറ്റ്സ് എ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്, ഇറ്റ്സ് എ ബയോഗ്രഫി, ഇറ്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് അബൌട്ട് ഹിസ്റ്ററി, ഇറ്റ്സ് അബൌട്ട് പൊളിറ്റിക്സ്. അപ്പോ അരുന്ധതി റോയ് ഇവിടെ ചെറുപ്പം മുതൽ 2022 ഈ റിലേഷൻഷിപ്പ് വരെ നീണ്ടു നിൽക്കുന്ന വളരെ കോംപ്ലക്സ് ആയ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു പുസ്തകമാണിത്, മദർ മേരി കംസ് ടു മീ. അപ്പൊ ഇതൊരു അരുന്ധതി റോയ് എന്നൊരു എഴുത്തുകാരിയെ മനസ്സിലാക്കണമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മറ്റു പുസ്തകങ്ങളൊക്കെ അരുന്ധതി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സോഴ്സ് ബുക്ക് ഫോർ അതർ ബുക്സ് റിട്ടൺ ബൈ അരുന്ധതി റോയ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഐ തിങ്ക് യു ക്യാൻ സപ്ലിമെന്റ് മോർ ടു ദിസ് ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു. സന്തോഷം. വളരെ വൃത്തിയായിട്ട് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു കൃത്യമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റി. പുസ്തകത്തിന്റെ കണ്ടന്റ്, ഉള്ളടക്കം എന്താണ് അരുന്ധതി റോയുടെ മനസ്സ് ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്നുള്ളതാണ് ശ്രീ ഷഫീഖ് പറയാൻ ശ്രമിച്ചത്. മാത്രമല്ല അതിലെ ക്യാരക്ടേഴ്സ്, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അമ്മയും മകളുമായിട്ടുള്ള മദർ മേരി എന്ന് പറയുന്നത് മേരി റോയെ തന്നെ ആയിരിക്കാം, അവർ തമ്മിലുള്ള ബന്ധം. പിന്നെ മേരി റോയിയോട് മകൾക്ക് ഉണ്ടായിരുന്ന ആ റിലേഷൻ, അവര് തമ്മിൽ ഒരിക്കലും നല്ല ടേംസിലായിരുന്നില്ല. പക്ഷെ അതേസമയം രണ്ടുപേരും പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്നു. അത് ആ ഒരു സ്നേഹിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ഒരു കൺഫെഷൻ കൂടിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അതേസമയം മകളോട് 7 വർഷം 16 വയസ്സില് വീട് വിട്ടുപോയി, 7 വർഷം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലാത്ത മകളോട് തിരിച്ചെത്തിയ അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ഓരോ അമ്മ മകൾ തമ്മിലുള്ള ബന്ധം അറിയുന്ന ആർക്കും അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അവരുടെ പിന്നീടുള്ള കണ്ടുമുട്ടലും. അതുപോലെ തന്നെ ബ്രദറുമായിട്ട് വർഷങ്ങളോളം ബന്ധമില്ലാതിരുന്ന് പിന്നീട് ബന്ധപ്പെടുമ്പോൾ ആ ബ്രദറും സിസ്റ്ററും എങ്ങനെയാണ് അവർ ഒത്തുചേരുന്നത്? പക്ഷെ അവര് തമ്മിലുള്ള ആ കുട്ടിക്കാലത്തെ ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവസാനം അമ്മയുടെ മരണശേഷം അമ്മയ്ക്ക് വേണ്ടി ഒരു ഗ്രേവ് ഉണ്ടാക്കുമ്പോൾ, അമ്മയുടെ അതേ സ്കൂളിൽ, പള്ളിക്കൂടം എന്ന പേരിൽ ആരംഭിച്ച അതേ സ്കൂളിൽ തന്നെ അവർക്ക് വേണ്ടി ഒരു ടൂംബ് ഒരുക്കുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള അരുന്ധതി മകൾ ആലോചിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ. അപ്പൊ ഇതില് ഒരുപാട് ബന്ധങ്ങളുടെ ഒരുപാട് കഥകൾ ഇതിൽ വരുന്നുണ്ട്. ബന്ധം അമ്മയും മകളും തമ്മിൽ മാത്രമല്ല, ബ്രദറും സിസ്റ്ററും തമ്മിലുള്ളത്,
അച്ഛനും മക്കളും തമ്മിലുള്ളത്. ജോലിക്ക് നിൽക്കുന്ന കുരിശമ്മാൾ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് അരുന്ധതിയുടെ ഒരു അടുപ്പം, അവര് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ചു കൊടുക്കും. പിന്നീട് അവര് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അവരെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ പേര് പറയുന്നതൊക്കെ വളരെ ടച്ചിങ് ആണ്. അത് എങ്ങനെ അത് പറയണമെന്ന് അരുന്ധതിക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ കഥാപാത്രങ്ങളെയും നമ്മളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോവുകയാണ്. പിന്നീട് അത് അവിടുന്ന് അനങ്ങില്ല, നമ്മളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബന്ധങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രീ ST പ്രിൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ഞാൻ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സംസാരിക്കേണ്ടവർക്ക് ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്യാം. ശ്രീ ജോഷി ജോർജിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രദീപ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ സാറിനെ ഇവിടെ മോഡറേറ്റർ ആക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. സാർ ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് അയച്ചു നോക്കാമോ? എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എറർ ആണോ എന്നറിയില്ല. ശ്രീ പ്രിൻസ് അദ്ദേഹം സംസാരിക്കുകയാണ്. ഹേമലത, ഞാൻ ആദ്യം ഒരു തിരുത്തോടുകൂടി തുടങ്ങട്ടെ. താങ്കൾ പറഞ്ഞത് ആംഗ്ലോ ഇന്ത്യൻ എഴുത്തുകാരി എന്നാണ്. ഷീസ് എൻ ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ. അതെ അതെ അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് രണ്ടും രണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അത് മോളോട് വായിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു വിട്ടു. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ പെട്ടെന്ന് ആ കോപ്പി ഇല്ല. പക്ഷേ കാര്യങ്ങൾ കുറെ ഓർമ്മയുണ്ട്. ഒന്നാമത്തെ കാര്യം, വാട്ട് സ്ട്രക്ക് മീ മോസ്റ്റ് വാസ് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്ത ഒരു പുസ്തകമായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ചാല് പണ്ട് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഒക്കെ വന്നപ്പോൾ ഇവിടുത്തെ പല എഴുത്തുകാരും, ഇപ്പൊ യു ആർ അനന്തമൂർത്തിയായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സാർ ഇത് വായിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും നല്ല പുസ്തകം എന്ന് പറയുന്നത് ഞാനായിട്ട് തന്നെ വായിക്കേണ്ട കാര്യം എന്താണ്? കാരണം ഇത്രയ്ക്ക് വലിയൊരു ഹൈപ്പോട് കൂടി വരുന്ന അങ്ങനെ ഒരു പുസ്തകം വരുന്നത് തന്നെ നമ്മുടെ നാട്ടില് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് അരുന്ധതിയെ ഒരു സിറ്റി ബ്രെഡ് ആൻഡ് ഒരു ഈ പറയുന്ന ഒരു ആംഗ്ലിസൈസ്ഡ് ഒരാളായിട്ട് നമ്മുടെ നാട്ടിലെ ഒരാളല്ല എന്നുള്ള മട്ടിലൊക്കെ കണ്ടിരുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് തന്നെ തോന്നിയത് എന്നേക്കാൾ ചെറുപ്പമായ ഒരാളായിരിക്കും എന്നാണ്. പക്ഷെ അരുന്ധതിയുടെ അത് വായിക്കുമ്പോഴത്തേക്കാണ് എന്നേക്കാൾ 2-3 വയസ്സ് മൂത്തതാണെന്നുള്ളത് പിടികിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അരുന്ധതി റോയെ പറ്റി പറയുമ്പോഴത്തേക്ക് പല ആളുകൾക്കും പലതും അറിയത്തില്ല. എന്ന് മാത്രമല്ല, ഈ പല പുസ്തകങ്ങളും ആളുകൾ മൊത്തത്തിൽ വായിക്കാറുമില്ല. ഇപ്പോ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ചില തോന്നലുകളുണ്ട്. ചില കാര്യങ്ങൾ ജനറലൈസ് ചെയ്യുന്ന ഒരു രീതി അരുന്ധതിക്കുണ്ട്. പക്ഷെ ഇതിനകത്ത് ആ ഒരു ട്രെൻഡെ മാറ്റിയിട്ടുണ്ട്. അത്തരം ഒരു ജനറലൈസേഷൻ പരിപാടി ഇല്ലാത്ത രീതിയിൽ. പിന്നെ മറ്റൊന്ന് കണ്ടത്, അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം, അത് നമുക്ക് മറ്റെങ്ങും ഇത്തരത്തിലുള്ള ഒരു അമ്മ മകൾ ബന്ധം കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അരുന്ധതി ഈ കുട്ടിക്കാലം മുതലേ ഇതിനു വേണ്ടി കുറിപ്പുകൾ എഴുതിയെടുത്തോണ്ടിരുന്നു എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോകും. കാരണം ഊട്ടിയിലെ എന്റെ മോളസിന്റെ വീട്ടില് കുരിശന്മാളും മറ്റും ചേർന്ന് കുളിപ്പിക്കുന്ന ആ വെള്ളത്തിന്റെ കടുത്ത ചൂടുണ്ടല്ലോ, അതുപോലും ഓർമ്മയുള്ള, അങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും ഒരു ഓർമ്മയുള്ള ഒരു മാത്രമല്ല, ഇപ്പൊ ഈ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവരെ പുറത്താക്കാൻ വരുമ്പോ ഒരു വളരെ ബോൾഡായി പറയുന്നൊരു കാര്യമുണ്ട്. അത് ട്രാവൻകൂർ ഒക്കെ അങ്ങ് കേരളത്തില്, ഇത് സംസ്ഥാനം വേറെയാണ്, ഇവിടെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ കയറി ഹോസ്പിറ്റലിൽ താമസിക്കും. പിന്നീട് ആസ്മ കടുത്തിട്ടൊക്കെയാണല്ലോ നാട്ടിലേക്ക് പോരുന്നത്. എനിവേ, ഈ കഥ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് മദർഹുഡിന്റെ ഒരു ചിത്രം നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ ഡോക്ടർ ഷഫീഖ് പറഞ്ഞ പോലെ മിസസ് റോയ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് ഒത്തു വളരാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം പലപ്പോഴും അരുന്ധതിക്ക് കാണാനുണ്ട്. എന്ന് മാത്രമല്ല, ആ JC എന്ന് പറഞ്ഞ ആളിനെ കണ്ടിട്ട് പോരുമ്പോൾ ഈ ഒരമ്മയും ചെയ്യാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. ബസ്സിൽ തിരുവനന്തപുരത്ത് തിരികെ പോകുമ്പോൾ മോളോട് ചോദിക്കുന്നുണ്ട്, ആ ആർക്കിടെക്റ്റിനെ കണ്ടിട്ട്, യു ഡിഡ് നോട്ട് ഹാവ് ഈവൻ എ സിംഗിൾ സെൻസിബിൾ തിങ് ടു ആസ്ക് ഹിം. വകതിലുള്ള ഒരു കാര്യം പോലും നിനക്ക് ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ബസ് എന്ന് പറഞ്ഞ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ വാൻ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നിർത്തി പിന്നീട് തിരികെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഒരു നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു രീതി അരുന്ധതിയിൽ കാണുന്നു. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഊട്ടിയിൽ വളർന്നപ്പോ ഈ അമ്മയുടെ ഒരു ശിക്ഷണം തന്നെയാണ് പല രീതിയിലും ഈ അരുന്ധതി എന്ന എഴുത്തുകാരിയെ പല രീതിയിലും വ്യത്യസ്തയാക്കിയത്. ഫോർ എക്സാമ്പിൾ,
എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഈ വിശ്വ പൗരൻ എന്നൊക്കെ പറയുന്ന ഒരു രീതിയും ഇപ്പൊ ശശി തരൂരിനെ കുറിച്ച് പലരും അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലെ എഴുത്തുകാരിൽ എനിക്ക് തോന്നുന്നു ഒരു ശൈലീപരമായിട്ട് നോക്കിയാൽ പോലും ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ശൈലിക്ക് വളരെ അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞ ഒരു ശൈലിയാണ് അരുന്ധതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉപയോഗിക്കുന്ന പല ശൈലികളും സ്റ്റൈൽ വൈസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിയായ വാക്ക് തന്നെ കണ്ടെത്തി ഉപയോഗിക്കുന്നത്, അതൊക്കെ ഒരു രാജ്യാന്തര നിലവാരത്തിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിവിടെ മേരി റോയുടെ മകൾ എന്നുള്ള നിലയിൽ കാണുന്ന ഒരു രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഡോക്ടർ ഷഫീഖ് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ആത്മാർത്ഥമായ കാര്യങ്ങൾ തുറന്നു ഇപ്പൊ അബോർഷന്റെ കാര്യം പറയുന്നു. ഡൽഹിയിലെ വളരെ രസകരമായ നമുക്ക് ഒരു സ്വയം എംപവർ ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് കാണുന്നത്, ഒരു പഴയ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് പിന്നീട് പൈസ കിട്ടിയപ്പോൾ ഒരു പഴഞ്ചൻ സൈക്കിൾ വാങ്ങി എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? ഒരു ദിവസം ഡൽഹിയിൽ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഇനിയും ഈ പിച്ചലെന്നുള്ളിലും സഹിക്കാൻ വയ്യ എന്നുള്ള മട്ടിൽ അരുന്ധതി ആ സൈക്കിളും കൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അത് ഒരു ഇൻഡിപെൻഡന്റ് വുമൺ. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ ഡൽഹിയിൽ പോയി കഴിയുന്നുണ്ട്. എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം പലരും അവിടുത്തെ കഷ്ടപ്പാട് സഹിച്ചങ്ങനെ. ഇതല്ല. അത്യാവശ്യം ഒരു മേരി റോയുടെ കറേജ് മകൾക്കും ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. പിന്നെ വരുന്നത് ഈ റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മഞ്ഞ ചാരായം, അതായത് ഇവരുടെ അച്ഛൻ ബാബ എന്ന് വിളിക്കുന്ന ഈ മിസ്റ്റർ റോയ്, ദ നത്തിങ് മാൻ എന്ന് അമ്മ വിളിക്കുന്ന മനുഷ്യൻ, ഒന്നും ആകാത്ത മനുഷ്യൻ എന്ന് വിളിക്കുന്ന അപ്പൊ അയാള് അസുഖമൊക്കെ ആയിട്ട് വന്ന് വയസ്സുകാലത്ത് വന്ന് വീണ്ടും എന്ത് കുടിക്കുന്നു പറഞ്ഞത് പെട്ടെന്ന് മകൾക്ക് തോന്നുന്നു, ഞാൻ അന്ന് കുടിച്ചുകൊണ്ടിരുന്ന ആ മഞ്ഞച്ചാരായം തന്നെയാണോ അച്ഛൻ വീണ്ടും കുടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അല്പം ഹ്യൂമറസ് ആയിട്ട് തോന്നും. പക്ഷെ എന്നാൽ പോലും ഒരു കൺസേൺ. കാരണം എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു ബ്രോക്കൺ മാരേജിൽ ഉള്ള മക്കൾ എത്രത്തോളം അച്ഛനുമായിട്ട്, പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അച്ഛനുമായിട്ട് എത്രത്തോളം അവർക്ക് വൈബ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, എത്രത്തോളം പുള്ളിയെ ഒരു പ്രായം കഴിഞ്ഞാൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. എനിക്ക് ഈ എഴുത്തുകാരി എന്നുള്ളതിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഫിക്ഷൻ ആണോ എന്നുള്ള സംശയം ഇങ്ങനെ, ഇപ്പൊ നമ്മൾ നോവലാണോ ഒരു മെമ്മോ എന്നുള്ള രീതിയിലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും പലർക്കും നമുക്ക് തോന്നാം. അരുന്ധതിയുടെ ഒരുമാതിരിപ്പെട്ട കൃതികളിലൊക്കെ അവരുടെ പൊളിറ്റിക്സ് കടന്നു വരാറുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസിനകത്ത് ഒരു മിലിറ്ററി കോൺവോയ് പോകുന്നു, പെട്ടെന്ന് പടക്കം പൊട്ടും പോലെ ശബ്ദം കേൾക്കുന്നു, അവര് ആ വണ്ടിക്കകത്തിരുന്നവർ 4 വാക്കും വെടിവെക്കുന്നു, 3-4 പേര് മരിക്കുന്നു. ഇതേപ്പറ്റി പറഞ്ഞത് എന്ന് വെച്ചാല്, ആ പോയ വണ്ടി ഒരു ഫ്രൂട്ടിയുടെ കവറിന്റെ മുകളിൽ കൂടെ കയറിയപ്പോഴത്തേക്കാണ് പടക്കം പൊട്ടും പോലെ ശബ്ദം ഉണ്ടായത്. അടുത്ത വരി അരുന്ധതി എഴുതുന്നുണ്ട്, മാംഗോ ഫ്രൂട്ടി ഫ്രഷ് ആൻഡ് ജ്യൂസി എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുവരും. പൊളിറ്റിക്സ് കൊണ്ടുവരും, വേണ്ടി വന്നാൽ ഒരു കമേഴ്സ്യലിസത്തിന്റെ ഒരു എലമെന്റ് അവിടെ കൊണ്ടുവരും. പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഫിക്ഷനകത്ത് ഇത് ഇങ്ങനെ കടത്തി ഇത്തരം, ഇവര് തന്നെ പറയുന്നുണ്ട്, ഹൗ ക്യാൻ എ റൈറ്റർ ബി ഫ്രീ ഓഫ് ഹർ പൊളിറ്റിക്സ് എന്നാണ്. ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ എങ്ങനെയാണ് എന്റെ രാഷ്ട്രീയം അവിടെ കടന്നു വരാതിരിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നത് ചോദിക്കുന്നു. പക്ഷെ ഈ ശൈലീപരമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഒരു സംശയം തോന്നുന്നു വെച്ചാൽ, ഈ നോവലിസ്റ്റ് എന്ന അരുന്ധതി റോയ്, ഈസ് ഹെർ സ്റ്റേച്ചർ ആസ് എ നോവലിസ്റ്റ് ഗെറ്റിംഗ് ഡിമിനിഷ്ഡ് ബിക്കോസ് ഓഫ് ഹെർ പൊളിറ്റിക്സ്? കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഫിക്ഷൻ എന്ന് മാറിയിട്ട് ഒരു ലേഖനമെഴുത്തിന്റെ രീതിയിലേക്ക് മാറാറുണ്ട്. പക്ഷെ അതും വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു കാര്യം. എനിക്കിതിനകത്ത് വളരെ രസകരമായി തോന്നിയ വളരെ ഒരു സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, അരുന്ധതി ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സ്ഥലത്ത് ഇവര് നേരത്തെ പറഞ്ഞല്ലോ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഈ ആർക്കിടെക്ചറൽ ഒരു ബ്യൂട്ടി ഇവരുടെ എഴുത്തിനൊക്കെ വരുന്നത്, ആ സ്ട്രക്ചറൽ ബ്യൂട്ടി വരുന്ന കാര്യം പറഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്ററുടെ രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവര് ഷീ വാസ് എ ബ്രില്യന്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു പാഠവും ഈ നറേഷനിൽ അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രയോഗം ഞാൻ അതിനകത്ത് കണ്ടിരുന്നു. ബർഗാഡ് എന്ന പറഞ്ഞിട്ടൊരു സീരീസ്, ഒരു ടെലിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു തയ്യാറാക്കാനായിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പറയും. അപ്പൊ അവിടെ അരുന്ധതി പറയുന്നത് വെച്ചാല്, അതൊരു വലിയ, ഇറ്റ് വാസ് എ ജൈജാന്റിക് പ്രൊഡക്ഷൻ. ദ പ്രഷർ വാസ് എക്സിലറേറ്റിംഗ്. സമ്മർദ്ദം എന്താണ്,
എക്സിലറേറ്റിംഗ് ആയിരുന്നു, അതായത് ആഹ്ലാദം ഉളവാക്കുന്നതായിരുന്നു. സമ്മർദ്ദം, നമ്മൾക്കൊക്കെ സമ്മർദ്ദം എങ്ങനെയാണ്? സമ്മർദ്ദം നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത് ടെൻഷനാണ് പലപ്പോഴും. ഒരു എഴുത്തുകാരി എന്നുള്ള പറയുന്നത് ഇറ്റ് വാസ് എക്സിലറേറ്റിംഗ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞില്ല, ഈ ചെറുപ്പകാലത്തിൽ ഉണ്ടായ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ, ഇൻഹേലറും കൊണ്ട് നടക്കുന്നതും അമ്മ ചൂടാവുന്നതും ഒക്കെ, ഇതെല്ലാം ഇവർ എവിടെയോ കുറിച്ചിട്ട് കൊണ്ടുപോരുന്ന കണക്കാണ്. ഒരു സിസ്റ്റമാറ്റിക് റൈറ്ററുടെ ഒരു രീതി അവിടെ കാണാൻ, എനിക്ക് അങ്ങനെ കാണാൻ തോന്നി. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എക്സിലറേറ്റിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള റീഫ്രെയിമിംഗ് ആണ്. ഈ ഒരു മിയർ സർവൈവലിൽ നിന്ന് ഒരു പ്രൊഫൗണ്ട് എൻഗേജ്മെന്റിലേക്ക് മാറുന്ന ഒരു തരത്തിലുള്ള ഒരു പരാമർശമായിട്ടാണ് എനിക്ക് അവിടെ തോന്നിയത്. മാത്രമല്ല, ഇത് പ്രഷർ എപ്പോഴാണ് ആഹ്ലാദജനകമാകുന്നത്? അതൊരു പേർപ്പസിനോട് ചേരുമ്പോഴത്തേക്കാണ്. ഇവർക്ക് ഈ പറയുന്ന കണക്ക് റൈറ്റിംഗ് എന്നുള്ളൊരു പേർപ്പസ് ഉണ്ടല്ലോ, അതിനോട് ഷീ ഈസ് വെഡഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് എ റൈറ്റിംഗ് കരിയർ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ അങ്ങനെ എഴുതിയത്. ഏതാണെങ്കിലും ഇപ്പോ ഞാൻ ഈ പറയുന്ന ഓരോ ഇതിനകത്ത് ഇതിൽ പോലും 5 ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിൽ ഉള്ള ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമുണ്ടല്ലോ, ഒരു ഗ്രേവ് യാർഡിൽ പോയി താമസിക്കുന്ന ആള്. അപ്പൊ ഇതൊക്കെ ആ അഞ്ജുമിന്റെ ജീവിതവും അരുന്ധതിയുടെ ജീവിതവും തമ്മിലൊക്കെ ഒരുപാട് ഒരു പാരലൽസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അവരോട് ഈ പറയുന്ന കണക്കിന് ചോദിക്കുന്നുണ്ട്, ഗ്രേവ് യാർഡില്, ശ്മശാനത്തില് ഇവിടെ ജീവിക്കാൻ പറ്റും, ഇവിടെ വന്ന് കഴിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, യു കനോട്ട് ലീവ് ഹിയർ എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ജീവിക്കാൻ നേരം ഐ എം ഡൈയിങ് ഹിയർ എന്ന് പറയുന്ന കണക്കാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഇതിൽ ഓരോ കാര്യവും പണ്ട് നടന്ന കാര്യത്തെ പെട്ടെന്ന് പുതിയ ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുവരാനും ഈ പ്ലോട്ടിനെ വീവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് അരുന്ധതിക്കുള്ളതായിട്ട് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലെ നിരൂപകരും പലരും എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇവരെ കുറിച്ച് പല കാര്യങ്ങളും പറയുമ്പോഴും നമ്മളെയൊക്കെ വളരെ പല പടി മുകളിലാണ് ഒരു എഴുത്തുകാരി എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ എഴുത്തുകാരിനേക്കാൾ ഒരു പടി മുകളിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു റീഡിങ്ങില് ഇവർക്ക് ഈ ഇൻസ്പിറേഷൻ വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ കാര്യത്തിൽ തന്നെ 2 കുട്ടികൾ ഒരു കാറിലിരുന്ന് ആ ഗ്ലാസ്സിൽ മുഖം അമർത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു മഴ പെയ്യുന്ന സമയത്ത്. അത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഇവർക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നിയതെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഇവരുടെ ഒരു എഴുത്തിന്റെ ഒരു ചരിത്രവും കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. അത് വളരെ ഒരു റൈറ്റേഴ്സ് നോട്ട്ബുക്ക് കൂടെ ഇതിനെ കാണാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇങ്ങനെയുള്ള ഈ നമ്മളിപ്പം ഈ ഫിക്ഷന്റെ കാര്യം പറയുമ്പോഴും ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു എഴുത്ത് അരുന്ധതി റോയുടെ ഭാഗത്ത് നിന്ന് 2006 വന്നിരുന്നു. ജോർജ് ബുഷ് ഇന്ത്യയെ സന്ദർശിക്കുമ്പോൾ ബുഷിനെ വേൾഡ് നൈറ്റ് മെയർ ഇൻകാർണേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലേഖനമാണ്. ആ ഒറ്റ ലേഖനത്തില് ഇവരുടെ എഴുത്തിന്റെ പവർ നമുക്കറിയാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള അവരുടെ പൊളിറ്റിക്സ് കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ, ഇപ്പോ രാജ്യദ്രോഹത്തിന് കുറ്റം ചുമത്തുന്നതും പിന്നീട് കോടതി 1 ദിവസത്തെ ശിക്ഷ കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതുമ്പോഴത്തേക്കും അതിനകത്തൊരു അത്യാവശ്യം സിനിസിസമോടുകൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, എന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മാറി നിൽക്കുമെന്ന് എഴുത്തുകാർ ചോദിക്കുമ്പോൾ ഈ പറയുന്ന റോയൽറ്റിയുടെ കാര്യം ഡോക്ടർ ഷഫീഖോട് പറഞ്ഞല്ലോ, അരുന്ധതി പറയുന്നുണ്ട്, കിട്ടിയ കാശ് പലർക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര എഴുത്തുകാർ അത് ചെയ്യുമെന്നുള്ളത്, ഇത് പറയുന്നത് സത്യമാണെങ്കിൽ എത്ര എഴുത്തുകാർ അത് ചെയ്യുമെന്നുള്ളത് ഇവിടെ നമ്മളൊന്ന് നോക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഫാഷനബിൾ എഴുത്തുകാരി എന്നൊക്കെ ഉള്ള നിലയിൽ ഉള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് മാറി വരികയും ഒരു വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് എന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എഴുത്തുകാരി വളർന്നു വന്നത് എനിക്ക് തോന്നുന്നു സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് അഭിമാനിക്കാവുന്ന കാര്യമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞാൽ പോരെ? സന്തോഷം സർ. വളരെ കൃത്യമായിട്ട് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞത് ഇൻഡോ ആംഗ്ലിയൻ റൈറ്റർ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സാർ ആ തിരുത്ത് പറഞ്ഞതുകൊണ്ട് ആ തെറ്റ് ഞാൻ ഇവിടെ ഒന്നുകൂടി തിരുത്തുകയാണ്. പ്രദീപ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നു. ശ്രീ ഷഫീഖ് ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, അതായത് ഒരുപാട് റെവലേഷൻസ് ഇവിടെ നടത്തുന്നുണ്ടായിരുന്നത്. ചിലതെല്ലാം വളരെ ഷോക്കിംഗ് ആണ്. ഇപ്പൊ നേരത്തെ പ്രിൻസ് സാർ പറഞ്ഞതുപോലെ അബോർഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവരുടെ മാരേജിന്റെ ഒരു കാര്യം തന്നെ
അതുപോലെ കുട്ടികള് 2 കുട്ടികളുള്ള പ്രദീപ് കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ ഫാദറിന്റെ ഒപ്പം പോയി. എന്താണ് സാഹചര്യം എന്നുള്ളത് അപ്പൊ പറയുന്നില്ല. പക്ഷെ അതിനുശേഷം അവരുടെ മരണം, ആ മരണത്തിനെ തുടർന്ന് ഈ 2 കുട്ടികളെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അരുന്ധതി അതിന് കുറെ നീതീകരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങള് അത് ഷഫീഖ് അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി വിവരിക്കാമോ? അത് ഈ ടെക്സ്റ്റിന്റെ അകത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ അതിന്റെ പിന്നെ ലോജിക്ക് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. അതിന്റെ സർക്കംസ്റ്റാൻസസ് അങ്ങനെ ആയിരുന്നല്ലോ. ഒന്നാമത് ഒരു പിന്നെ അഫെയർ ആണ്, ലവ് അഫെയർ വിത്ത് എന്റെ ലവ് അഫെയർ അങ്ങനെ ആയിപ്പോയി എന്ന് അരുന്ധതി റോയ് പറയുന്നുണ്ട് വിത്ത് എ മാരീഡ് മാൻ അല്ലെ. അതെ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നത് ആ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു പിന്നെ റിലേഷൻഷിപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അരുന്ധതി റോയ്. അതിന്റെ ഇടയ്ക്കൊക്കെ ചില ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നുണ്ട്. അത് അവരെ ഫാദർ പലപ്പോഴും വളരെ ഹോട്ട് ടെമ്പേർഡ് ആയിരുന്നു. അപ്പൊ ആ കുട്ടികൾക്കൊരു റിലീഫ് ആയിരുന്നു ശരിക്കും അരുന്ധതി റോയ് എന്നാണ് അതിൽ പറയുന്നത്. ഒരു അമ്മയുടെ റോളിലേക്ക് പിന്നെ അവർക്ക് പിന്നെ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്കൊന്ന് അവർ കുറെ പോസിറ്റീവ് ആയിക്കൊണ്ടാണ് ഈ റൈറ്റിംഗ് എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഷി വാസ് ഹാപ്പി ഇൻ ദാറ്റ് കേസ്. പിന്നെ അവര് വളർന്നു വരുന്നത് വരെയുള്ള ഒരു തലം, അത് കഴിഞ്ഞതിന്റെ ശേഷം അവർ ഇൻഡിപെൻഡന്റ് ആയി വിടുക എന്നുള്ള ആ ഒരു രീതി. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നത് ആ ഏറ്റെടുത്ത കാര്യങ്ങളില് അത് പിന്നെ പ്രദീപിന്റെ മക്കളെ അവരെ കെയർ ചെയ്തതും അവരെ സ്നേഹിച്ചതും ഒക്കെ ഒരു പോസിറ്റീവ് ആസ്പെക്ടിലൂടെയാണ് കാണുന്നത് അരുന്ധതി റോയ്. എന്റെ വായനയിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് ഇക്കാര്യത്തില് ഒരു ഇതിൽ കണ്ട എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു കാര്യം, ഇങ്ങനത്തെ ഒരു മാരേജ് ആണ്. അപ്പൊ ആ സ്ത്രീ തന്നെ ആദ്യമായി ആ സ്ത്രീയെ പരിചയപ്പെടുമ്പോൾ, ഈ പറയുന്ന ആളിന്റെ ഭാര്യയെ, അവർ അരുന്ധതിയോട് പറയുന്നുണ്ട്, മൈ ഹസ്ബൻഡ് സീംസ് ടു ഹാവ് ഫാളൻ ഇൻ ലവ് വിത്ത് യു. അതൊരു തമാശ രൂപത്തിൽ പറയുന്നതാണ്. പക്ഷെ അത് പിന്നീട് അവരുടെ മരണശേഷം ഒരു ജീവിക്കുന്ന ഒരു രീതിയിൽ വന്നു എന്ന് മാത്രമല്ല, ഈ കുട്ടികളുടെ കാര്യം അവരുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു എന്നൊക്കെ പറയുന്നത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള അങ്ങനത്തെ ഒരു നിയന്ത്രണങ്ങളൊന്നും അവർക്ക് വെക്കാതെ കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തു ആ രീതിയിൽ അവരുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ കൂടെ കഴിയുകയായിരുന്നു. പിന്നീട് ഐ വാണ്ട് ടു ബിക്കം എ റൈറ്റർ എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട്, സകല ബന്ധങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് എഴുത്തിലേക്ക് തിരിയുന്ന ഒരു രീതിയാണ്. അപ്പൊ അത് വേറൊരു വീട്ടിലേക്ക് മാറിയിട്ട് തന്നെ എഴുതുന്നുണ്ട്. കാരണം ഇത്തരം സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പോലും വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അതാണ് ഒരു ഡിറ്റർമിനേഷൻ കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ മേരി റോയ് കേസ് പറഞ്ഞ് വാങ്ങിയ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ എഴുത്തിന്റെ കാര്യത്തിൽ അരുന്ധതിയിൽ ഉണ്ടെന്നുള്ളതാണ്. കാരണം ആരോ കൊടുത്ത ഒരു ജീപ്പിന്റെ വിൻഷീൽഡ് മറിച്ചു വെച്ചിട്ട് അതിന്റെ പുറത്ത് നിന്ന് എഴുത്തുമേശാക്കി ആദ്യകാലം അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള നമ്മൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഈ ഒരു ഫാൻസി റൈറ്റർ എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരാള് എന്തുമാത്രം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നിട്ടാണ് ഈ ലെവലിൽ എത്തിയെന്നുള്ളതിന്റെ ഒരു അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്തും അത്തപ്പാടിയായി കഴിയുന്ന പഴയ സുഹൃത്തുക്കൾക്കൊക്കെ കാശൊക്കെ വീതിച്ചു കൊടുക്കാനൊക്കെ തോന്നിയവരാണ്. അങ്ങനെ ഒരു ചെയ്തതിന്റെ കാര്യമാണ്. അല്ല, അതിലിപ്പോ നമ്മുടെ കേരളത്തിലെ പല റൈറ്റേഴ്സും അവരെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അരുന്ധതി റോയ് കടന്നു വന്ന ഈ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ അവർ ഇഗ്നോറന്റ് ആയിരിക്കും. നമ്മൾ തന്നെ ഈ പുസ്തകം വരുന്നതിന് മുമ്പ് വി വർ ഇഗ്നോറന്റ് അല്ലെ. നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അരുന്ധതി റോയ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഇത്ര തീക്ഷ്ണമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. നമുക്ക് മലയാളത്തിലെ ഒരുപാട് എഴുത്തുകാരുടെ കടന്നു വന്ന ചുള്ളിക്കാടിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ നായർ എങ്ങനെ വന്നത് ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അരുന്ധതി റോയ് ഡൽഹിയിൽ നിന്ന് വന്ന എന്തോ ഒരു വലിയ പിന്നെ ഒരു എലൈറ്റ് ക്ലാസ് റൈറ്റർ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ റൈറ്റേഴ്സ് ഒക്കെ അവർ ക്രിട്ടിസൈസ് ചെയ്തത്. ഒരു കെട്ടിയിറക്കിയ കഥാപാത്രം. അവരുടെ അമ്മ മേരി റോയ് കടന്നു വന്ന സാഹചര്യവും വളരെ ഭീകരമാണ്. അതേ സാഹചര്യത്തിൽ കൂടി തന്നെ ഈ മകളും കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പൊ അതാണ് ഷഫീഖ് പറയാൻ ഉദ്ദേശിച്ചത്, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവരുടെ ജീവിതത്തിലെ കുറെ ഏറ്റുപറച്ചിലുകളുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ട് അരുന്ധതി അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അരുന്ധതി അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ പലതിന്റെയും ഉത്തരം ഇതിൽ നിന്ന് നമുക്ക് വായിക്കാം എന്ന് എനിക്ക് തോന്നി. അതാണ് മറ്റൊന്നുകൂടെ ഉണ്ട്. നമ്മുടെ നാട്ടില് ഈ പുസ്തകങ്ങളുടെ സാഹിത്യത്തിന്റെ ഒക്കെ മാർക്കറ്റിങ്ങിന്റെ ഒരു പരിധി നമുക്കറിയാൻ പറ്റും.
എവിടം വരെ ഉം. ചെല്ലാമെന്നുള്ളത്. പണ്ട് വീക്കെൻഡ് പറഞ്ഞല്ലോ, കോട്ടയം 1 ഏറിയ ലണ്ടൻ എന്ന് പറയുന്നതൊക്കെ അത്രയ്ക്കുള്ള കളിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അരുന്ധതി റോയുടെ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇറ്റ് കെയിം ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. യുനോ ബുക്ക് അതെ ഏജന്റ് അതെ പറഞ്ഞ് നമ്മൾ അതെ. പല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു. ഇറ്റ് കെയിം ലൈക്ക് എ ഉം. സ്റ്റോം വിച്ച് കേരള ഹാസ് നെവർ സീൻ ബിഫോർ. അപ്പൊ അങ്ങനത്തെ ഒരു കൊടുങ്കാറ്റിനെ നേരിടാൻ ഇപ്പൊ യു ആർ അനന്തമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഇന്ത്യൻ റൈറ്റേഴ്സിന് അങ്ങനത്തെ ഒരു ഒരു ഉം. ഇത് കിട്ടിയിരുന്നില്ല ഒരു കാലത്ത്. അപ്പൊ അല്ല, അതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഒബ്സീൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കോർട്ടിലൊക്കെ പോയ കേസുകൾ ഇതിന്റെ ആ അകത്ത് തന്നെ അതൊക്കെ ഡിസ്ക്രൈബ് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ അതെ. അത് കാണും. പക്ഷെ അത് അല്ല, വാട്ടർ ഞാൻ ബോയിൽ തന്നെ എന്നൊക്കെ വലിയ വലിയ പറഞ്ഞിട്ട് ആളുകൾ, സാഹിത്യകാരന്മാരെ ആളുകൾ ആ കാലഘട്ടത്തിൽ, ഐ വാസ് എ സ്റ്റുഡന്റ് അറ്റ് ദാറ്റ് ആ ടൈം, ഈ ആ ബുക്കിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്സീൻ റൈറ്റിംഗ് എന്നൊക്കെ, വൾഗർ റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളത്തിലെ വലിയ ആളുകളൊക്കെ ഇതിനെപ്പറ്റി പ്രസംഗിക്കുന്നത് ഞാനൊരു സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് ഇതാണ്. അപ്പൊ അത് പിന്നെ അതേപോലെ അതുകൊണ്ടാണ് തന്നെ ഇതിന്റെ അകത്ത് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഉപയോഗിച്ച പോലെ ഈ ടെക്സ്റ്റിന്റെ അകത്ത് ഒരുപാട് ട്രാൻസ്ലിറ്ററേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആ ട്രാൻസ്ലിറ്ററേഷൻസ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്രസംഗിച്ച എത്ര മഹാന്മാരുണ്ട് അറിയാം. അതൊന്നും ഇല്ല. കാരണം ഇപ്പൊ ഈ യോസ്പോഡിനെ പോലുള്ള ആളുകളൊക്കെ ചെക്കോസ്ലോവാക്യൻ ഭാഷ അതേപടി എഴുതി കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. എനിക്ക് പിന്നെ മലയാളം ആവുമല്ലോ. അത് ആ രീതിയിൽ ഒരു 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 ട്രെൻഡ് സെറ്റർ ആണ് അരുന്ധതി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിവേ, ബാക്കിയുള്ളവർ സംസാരിക്കേണ്ടത്. വേറെ പ്രദീപ്? ഹലോ പ്രദീപ് സർ. ഞാനൊരു ചെറിയ രോഗചികിത്സ ആയതുകൊണ്ട് വഴിയിലായിപ്പോയി. ഞാനത് മുഴുവൻ കേട്ടു, സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല തിരിച്ചും. അല്ല, അരുന്ധതിയുടെ നോവൽ ആദ്യം വന്ന എനിക്കൊന്നും 1997 അതിന് മാൻ ബുക്ക് പ്രൈസ് കിട്ടുന്ന, ആദ്യമായി അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്ന ഇന്ത്യൻ റൈറ്റർ അരുന്ധതിയാണ്. അന്നൊക്കെ അതിന്റെ ഒരു രാഷ്ട്രീയമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച, അല്ലേ പ്രിൻസ്? എനിക്കൊന്നും നല്ല ഓർമ്മയുണ്ട് തിരിച്ചു. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട്, അന്ന് EMSനെ കുറിച്ചൊരു വാക്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPM-ന്റെ ഒരു ഡെമിഗോഗ് സ്റ്റൈലിൽ പറഞ്ഞത്. അപ്പൊ അത് വല്ലാതെ കിട്ടുന്നത് അതിനെക്കുറിച്ചും ഈ കൃതിയിൽ അവർ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ഇന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എയ്ജാസ് അഹമ്മദിന്റെ ഫസ്റ്റ് ഫ്രണ്ട് ലൈൻ വന്ന ഒരു ആർട്ടിക്കിൾ അല്ല ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ അതെ. അതൊരു ആന്റി മാർക്സിസ്റ്റ് ബുക്കാണെന്നുള്ള എയ്ജാസ് അഹമ്മദിന്റെ ആ ഒരു ക്രിട്ടിക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂലേക്ക് പോയത്. അല്ലാതെ ഈ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾക്ക് ഉപരിയായിട്ട് ആ രാഷ്ട്രീയ ആംഗിളാണ്, അതൊക്കെതിരെയാണ് ചർച്ച ഉണ്ടായത്, അല്ലേ? അതെ. പക്ഷെ അത് എന്താ സംഭവം? അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു ലിറ്റററി ബ്യൂട്ടി ഉണ്ട്, കുറച്ച് ലിറ്റററി ഫ്രിവലിറ്റി അതിനകത്തുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന രീതിയിലൊന്നുമല്ല. ഇപ്പൊ ഓറഞ്ച് ഡ്രിങ്ക്, ലെമൺ ഡ്രിങ്ക് മാൻ, അവന് ആൺകുട്ടിയെ കൊണ്ട് ജയിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ പറ്റിയ കാര്യം വാട്ടർ ബോയിൽഡ് എഗ് എന്നുള്ള മട്ടിൽ പറയുന്ന ഒരു ഈ വളരെ നമ്മുടെ നാട്ടിലെ ആളുകൾ എഴുതാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊരു ഇൻസെസ്റ്റ് പോലും നമുക്ക് തോന്നിപ്പോ അവസാന ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെ തോന്നാം. അപ്പൊ അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എഴുതി. അതുകൊണ്ടാവാം ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കേരളത്തെ വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ ഉള്ള മട്ടിലൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി. അയ്മനം അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് അരുന്ധതിയോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി എന്നാണ് അയ്മനത്തെ കുറിച്ച് അടുത്ത നോവൽ എഴുതുന്നതൊക്കെ. അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് രസമെന്ന് വെച്ചാൽ അരുന്ധതി നമുക്ക് നൽകിയിട്ടുള്ളത് അതിസുന്ദരമായ റിവെഞ്ച് ആണ്. അതിസുന്ദരമായ പ്രതികാരം എന്ന് വെച്ചാൽ വെരി സ്വീറ്റ് റിവെഞ്ച്. അതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ ആന്റി മാർക്സിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ആദ്യകാലത്ത് കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തു. അതിനുശേഷം വന്ന അരുന്ധതി റോയുടെ ഓരോ ലേഖനങ്ങളായാലും ഇപ്പൊ നോട്ട്സ് ഓൺ ഡെമോക്രസി, ഗ്രാസ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ഇതുണ്ട്. നർമ്മദ വാലിയിലൊക്കെ പോയിട്ട് എഴുതിയ കുറെ ഇതുണ്ട്, പ്രോസ് വർക്കുകളുണ്ട്. അതുപോലെ നമ്മളുടെ അംബേദ്കറുടെ പുസ്തകം ഉണ്ടല്ലോ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതിന്റെ, അത് അൺപബ്ലിഷ്ഡ് ആയിട്ടിരുന്നത്. ഈ അടുത്ത് അത് പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് അരുന്ധതി റോയാണ്. അത് ഗാന്ധിയും അംബേദ്കറിനെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതി. നോബഡി ഹാസ് ഡൺ ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ഗാന്ധിയെ നിലം പരിശാക്കിക്കൊണ്ടുള്ള ഒരു എഴുത്താണത്. അത് ഡോക്ടർ ആൻഡ് ദ സെയിന്റ് എന്ന് പറഞ്ഞ സാധനം വായിച്ചു നോക്കണം. അസാധ്യ എഴുത്താണ്. അപ്പോ എന്ന് മാത്രമല്ല, ഇപ്പൊ ജോർജ് ബുഷിനെതിരെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ശക്തമായി ഒരു 4-5 പാരഗ്രാഫ് വരുന്ന ഒരു ഹിന്ദുവില് ഒരു
കുറച്ച് സ്ഥലത്ത് മാത്രം വരുന്ന ഒരു ലേഖനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വായിച്ചാൽ ആത്മാഭിമാനം ഉള്ളവനായിരുന്നെങ്കിൽ ബുഷ് ഇന്ത്യയിൽ വരില്ലായിരുന്നു. അത്രയ്ക്ക് ശക്തമായ എഴുതാൻ പറ്റിയ എഴുത്തുകാർ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിലില്ല. ഇപ്പോഴും ഞാൻ പറയണം, അത്രയ്ക്ക് ഇടതുപക്ഷത്ത് പോലും ഇല്ല അത്രയും സ്ട്രോങ് എഴുത്തുകാർ, അത്രയും പവർഫുൾ ആയിട്ട് എഴുതാൻ കഴിയുന്ന ആളുകളില്ല. പിന്നെ ഇവരുടെ ഒരു ഡെമോക്രസി ഇതെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇപ്പൊ മാവോയിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചർച്ച ആയിക്കൂടാന്ന് ചോദിക്കുന്നുണ്ട്. ഷീസ് എ പേഴ്സൺ ഹു ഹാസ് ഗോൺ ഇൻ ടു ദോസ് കമ്മ്യൂണിറ്റീസ്. അവരുടെ ഭാഗം കേട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ പക്ഷെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ടെൻഡൻസി എന്താണ്, ഒരു രാജ്യദ്രോഹിയാക്കുക എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അരുന്ധതി റോയെ ശിക്ഷിക്കണമെന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും കോടതിക്ക് പോലും വലിയൊരു ശിക്ഷ കൊടുക്കാൻ തോന്നില്ല. കാര്യം വെച്ചാൽ ബുക്കർ പ്രൈസ് കിട്ടി ഇന്ത്യക്ക് ഇത്രയും വലിയൊരു ക്രെഡിറ്റ് കൊണ്ടുവന്ന ഒരാളിനെ അവരുടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ചുമ്മാ ജയിലിലിടാനൊന്നും പറ്റില്ല. അപ്പൊ അത് തന്നെ അവരുടെ ഒരു സ്ട്രെങ്തിന്റെ ഒരു ഉദാഹരണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പുസ്തകം വന്നതിന് ശേഷം ഇവരോടുള്ള സമീപനം നമ്മുടെ നാട്ടിൽ മാറും എന്നാണ്. സത്യം പറഞ്ഞാൽ കറക്റ്റ് ആണ്. സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ പ്രണയം, വിവാഹം, ജാതി, മതം, അങ്ങനെ രാഷ്ട്രീയം, ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മളുടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന രീതികളിൽ നിന്ന് മാറി അവരുടെ സ്വന്തമായിട്ടുള്ള ചില പുതിയ തിയറികൾ കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവര് തന്നെ ആവിഷ്കരിച്ച ഇപ്പൊ പ്രണയത്തിനെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് അവരുടെ രണ്ട് പ്രണയവും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് അത് മിസ്സസ് റോയും അതുപോലെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അരുന്ധതി അത് തന്നെ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പഴമകളെ മാറ്റിമറിക്കാനായിട്ടുള്ള ശ്രമം അത് മനഃപൂർവ്വം ബോധപൂർവം ചെയ്തതല്ല, പക്ഷെ അത് ഇതില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിയാണ്. അതിനകത്ത് ഈ നമ്മൾ അരുന്ധതിയുടെ ഒരു റൈറ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് അവര് പിന്നെ ഇപ്പൊ ഡോക്ടർ ആൻഡ് ദ സെയിന്റ് വെച്ചാൽ കുറെ റിസർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. അതാണ് അതിനകത്തൊരു രസം. അത് നമുക്ക് ഇത് ഇപ്പൊ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് തന്നെ ഒരാളോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഈ ഗാന്ധിയെ നിന്ദിക്കാൻ വേണ്ടി കുറെ ആളുകൾ വെറുതെ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതൊന്നും വായിക്കില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് അവരുടെ എഴുത്തിന്റെ ഒരു പവർ നമുക്കറിയാൻ കഴിയും. ഇറ്റ്സ് എ വെൽ റിസർച്ച് ബുക്ക്. അങ്ങനെയുണ്ട്. പിന്നെ എനിക്കൊന്ന് ഈ മേരി റോയുടെ അവസാനത്തെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിനകത്തും ഈ തിലോത്തമ്മയുടെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതുപോലെ നഴ്സുമാരുടെ അടുത്തൊക്കെ ബഹളം വയ്ക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇവർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. നഴ്സുമാര് ഇവരെ കൊല്ലാൻ വരികയാണെന്നൊക്കെ പറഞ്ഞേക്ക് ബഹളം വയ്ക്കുകയും അങ്ങനെ മേരി റോയ്ക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേ ഒരു കഥാപാത്രത്തെ മറ്റേ പുസ്തകത്തിലും കണ്ടതുപോലെ ഒരു ഫെയിന്റ് ഒരു ഓർമ്മ. അതിന്ന് ഡെവലപ്പ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ സ്വഭാവത്തിനെ പറ്റിയിട്ടും പ്രകൃതത്തിനെ പറ്റിയിട്ടും ഒക്കെ കൃത്യമായിട്ട് ഇതിൽ വരച്ചിടുന്നുണ്ടല്ലോ. അതായത് ലോറി ബേക്കർ എന്നുള്ള കഥാപാത്രത്തെ കൃത്യമായിട്ട് നമുക്ക് അടുത്ത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ലോറി ബേക്കർ ഇവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവരോട് കോഫി ടേബിള് ഒരുക്കാനായിട്ട് അമ്മ പറയാണ്. അപ്പൊ ഈ കോഫി ടേബിള് ഒരുക്കുമ്പോ അവർക്കൊന്നും അറിഞ്ഞൂടാ, ഇങ്ങനത്തെ എറ്റിക്കേറ്റ്സും അറിയില്ല. അതും അരുന്ധതി വേറൊരു അവസരത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയൊന്നും അവർക്ക് അറിയില്ല. ആകെ അവര് പരിചയപ്പെട്ടുള്ള 2-3 അവസരങ്ങൾ ഏതാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കോഫി ടേബിൾ ഒരുക്കിയപ്പോ അതില് കോഫി കപ്സ് വെക്കുന്നതിന് പകരം ടീ കപ്പും കോഫി കപ്പും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവരെ ശകാരിക്കുന്നു. ആ ശകാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് കുറെ നേരം കഴിഞ്ഞ് സൈലന്റ് ആയിട്ട് അവര് എവിടെയോ മാറിയിരിക്കുകയാണ്. അപ്പൊ ബ്രദർ അടുത്ത് വന്നിട്ട് പറയാ, doesn't she sound like that person in the Exorcist? ആ മൂവിയിലുള്ള ഇതുപോലെ തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് നന്നായിട്ട് ചിരി വരും. അവരും അതിൽ ആ സിറ്റുവേഷനിൽ അത്രയും ഭീകര സിറ്റുവേഷനിൽ അവര് ചിരിക്കുന്നുണ്ടെന്ന് അവര് പറയുന്നുണ്ട്. നമുക്കും അത് ചിരി വരും, ഓർത്തോർത്ത് ചിരിക്കാൻ തോന്നും. എക്സോസിസ്റ്റ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും പെട്ടെന്നുള്ള മാറ്റം. ഇവർക്ക് ആ ഒരു ഹ്യൂമറിന്റെ വേറെ ആർക്കും ഇല്ലാത്ത ടൈപ്പ് ഹ്യൂമർ വെച്ചാല് ആദ്യത്തെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഒരു ഇൻസ്പെക്ടർ തോമസ് മാത്യു എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ഈ അയാളുടെ കയ്യിലെ ബാറ്റൺ വെച്ചിട്ട് ഈ മേരി അമ്മയുടെ തോളിൽ ഇങ്ങനെ തൊട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് ആപ്പിൾ എണ്ണെന്ന് കണക്കോ അല്ല മാങ്ങ എണ്ണെന്ന് കണക്കാണ് ഇയാള് ദേഹത്ത് വെച്ച് ഇങ്ങനെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു, നിങ്ങൾക്ക് കേസ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നത് പറയുന്നത്. അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അത് അല്ലത് പറയുന്നുണ്ട് കേട്ടോ. അല്ലേ
ഗോഡ് ഓഫ് സ്മാൾ ഏ? തിങ്സില് ഈ ആ അരുന്ധതിയുടെ ഒരു ചൈൽഡ്ഹുഡ് കൗമാരകാലവും അമ്മയുടെയും അച്ഛനെയും തകർന്ന ബന്ധങ്ങളൊക്കെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരു അതെ യാഥാർത്ഥ്യം കുറച്ച് എന്ന് പറഞ്ഞത് അതിൽ അമ്മ അല്ല എനിക്ക് തോന്നുന്നത് ഈ അവരുടെ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയൊക്കെ അത് ഫിക്ഷനാണോ റിയാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ലെവലിലാണ് നോവലിനകത്തുള്ളത്. അത് അത് അങ്ങനെയാണ്. അതിനാണ് ഇത് വായിച്ചിട്ട് മേറോയെ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നെ ഐ ലൈക്ക് ഇറ്റ്, കുഴപ്പമില്ല എന്നിങ്ങനെ പറയേണ്ട അവസാനം. ശരിയൊന്നുമല്ല എന്നാലും ഐ ലൈക്ക് ഇറ്റ് എന്ന് ഇവർ പറഞ്ഞതായിട്ട് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ വന്നിട്ടുണ്ട്. ആ കൃതിയുടെ ഈ പറയുന്ന കണക്കിന് നമ്മള് പിന്നെ ഒരു ഇവരുടെ ഒരു ഹ്യൂമർ അത് വേറെ ആർക്കും ഇല്ലാത്ത ടൈപ്പ് ഒരു ഹ്യൂമറാണ്. ഇത്രയേറെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ പോയ ആളിന് മാറിയിരുന്ന് ഇങ്ങനെ ചിരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടല്ലോ. അത് ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഇവരെ ഒന്ന് ദ്രോഹിക്കാൻ നോക്കിയല്ലോ. അപ്പൊ പിന്നീട് ഡൽഹിയിൽ എവിടെയോ കുറെ പിന്നെ പന്നികളെ കണ്ടു കഴിഞ്ഞപ്പോ അവര് പറയുന്നുണ്ട് ഇത് ഒറിജിനൽ പിഗ്സ് ആണ്, മറ്റേ ആളുടെ പോലെയുള്ള അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ഹ്യൂമർ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് പറയുന്നത്. പിന്നെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന അപാരമായിട്ടുള്ള ഒരു വഴക്കം തന്നെയുണ്ട് അവർക്ക്. ഞാനതിന് എന്ത് ഇന്റർനാഷണൽ എന്ന് തന്നെ മനോഹരമായിട്ട്. പറയും. ഐ വിൽ അതെ കോൾ ഇറ്റ് അതെ ഇന്റർനാഷണൽ ആണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കിവിടെ എഴുതുന്ന വേറെ എഴുത്തുകാർ, ഇപ്പൊ പിന്നെ വിമൻ റൈറ്റേഴ്സ് കുറെ, ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റഫിന്റെ കാര്യത്തിലല്ല പറയുന്നത്, സ്ഥിരമായി എഴുതുന്ന ആളുകളുണ്ടല്ലോ, ഈ എഴുത്തിൽ പെർസിവിയറൻസ് കാണിക്കുന്ന ആളുകൾ. ഇപ്പൊ ശോഭ ഡേ ഫോർ എക്സാമ്പിൾ, ശോഭ ഡേ പൾപ്പ് ഫിക്ഷന്റെ ആളാണ്. പക്ഷേ അവർ കൃത്യമായിട്ട് ഇത്ര ദിവസം എഴുതിയിരിക്കും എന്നുള്ള ഒരു ശാഠ്യമുള്ള ആളാണ്. 50-ആം വയസ്സായപ്പോഴത്തേക്ക് സെലക്റ്റീവ് മെമ്മറീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. 50 വയസ്സ് വരെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിൽ തീരുമായിരിക്കും. 60-ആം പക്കം എത്തിയപ്പോഴത്തേക്ക് ശോഭ അറ്റ് 60 എന്ന് പറഞ്ഞൊരു ഒരു നോവലും. 70 ആയപ്പോ വേറൊരെണ്ണം വീണ്ടും 70 ആൻഡ് ടു ഹെൽ വിത്ത് ഇറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു 70 കഴിഞ്ഞാൽ ഇനി നിർത്തുമായിരിക്കുന്നത്. അപ്പൊ 75 ആയപ്പോൾ അവർ ഈ അടുത്ത് വീണ്ടും വേറൊരെണ്ണം എഴുതിയിരിക്കുന്നത്, പിന്നെ ഇൻസേഷ്യബിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അവർക്ക് ഓരോ ഇത്ര നാൾക്കുള്ളിൽ ഇന്നത് എഴുതിയിരിക്കണം എന്നുള്ള ആ ഒരു ചിട്ടയുണ്ട്. അതുകൊണ്ട് അവര് 5-6 കോളം ഒക്കെ ഒരാഴ്ചയിൽ എഴുതുന്ന ഒരാള്. അപ്പൊ അരുന്ധതിയും ഈ പറയുന്ന കണക്കിന് എഴുതുന്നത് ആ ഒരു ഇത്ര എഴുതിയിരിക്കണം എന്നുള്ള ശാഠ്യത്തിലേക്ക് വന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഒരുപാട് ഈ നോവലുകളല്ല, ഇതിനേക്കാൾ അവരെ മാർക്ക് ചെയ്യുന്ന എഴുത്തുകളാണ് മറ്റ് പൊളിറ്റിക്കൽ ആൻഡ് പ്രോസ് റൈറ്റിംഗ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ നോവല്, ഓട്ടോബയോഗ്രഫികൾ നോവലിനെ ഫിക്ഷനേക്കാൾ സുന്ദരമാണെന്ന് ഡോക്ടർ ഷഫീഖ് പറഞ്ഞല്ലോ. ഞാൻ ഈ മാർക്കസിനെ വായിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് മാജിക് റിയലിസം ഏറ്റവും കൂടുതലുണ്ടെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിലായിരുന്നു. ലിവിംഗ് ടു ടെൽ ദ ടെയിലായിരുന്നു എനിക്ക് ഏറ്റവും രസം അങ്ങനെ തോന്നിയത്. പിന്നീട് അയാളുടെ പ്രസംഗങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് they were even better than his fiction. അങ്ങനെ തോന്നിപ്പോകും. ഒരു എഴുത്തിന്റെ ഒരു ശൈലി, അത് ഗിഫ്റ്റഡ് റൈറ്റേഴ്സിന്റെ ഒരു ഇതാണ്. ശരിക്കും ഇവർക്ക് അരുന്ധതി ഇന്ത്യയിലുള്ള ഏറ്റവും ഗിഫ്റ്റഡ് റൈറ്റേഴ്സിൽ ഒരാളാണെന്നുള്ളതാണ് എനിക്കുള്ള കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പൊളിറ്റിക്സ് ഒരുപക്ഷെ അവരുടെ ഈ റൈറ്റർ എന്നുള്ള ഒരു ഖ്യാതിയെ ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ ഒന്ന് കുറയ്ക്കുമായിരുന്നു. പക്ഷേ ഈ ഓട്ടോബയോഗ്രഫി അത്തരം തെറ്റിദ്ധാരണകളെ മാറ്റുന്ന ഒരെണ്ണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ മെമ്മറിയെ പറ്റി പറഞ്ഞല്ലോ. ഇത്രയും ബാല്യകാലത്ത് നടന്ന ഇത്രയും സംഭവങ്ങളെല്ലാം നമ്മൾ ഓർത്തു വെക്കുമോ എന്നുള്ളത്. പക്ഷെ അത്രയും മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർത്തു വെച്ചിരിക്കാം. തീർച്ചയായിട്ടും ഒരു ഇംപ്രഷനിസ്റ്റിക് മൈൻഡ് ആണല്ലോ ആ ഒരു സമയത്ത് കുട്ടികൾക്കാണെങ്കിലും ഒരു കൗമാരം 10-18 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തില് അവരനുഭവിച്ച അതിന്റെ തീവ്രത കൊണ്ട് അത് ഓർത്ത് വെച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ കഥാപാത്രങ്ങൾ ചിലതൊക്കെ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വെളുത്ത പോലുള്ള ഗോഡ് ഓഫ് സ്മാൾ തിങ്സിലൊക്കെ വരുന്ന അതേ കഥ, ബേബി കൊച്ചമ്മ ഒക്കെ ഇതിലും ആവർത്തിച്ചു വരുന്നുണ്ട്. വേറൊരു രൂപമാണ് വരുന്നത്. അതെ അതെ വേറെ രൂപമാണ്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു അതില് ഫിക്ഷണൽ ആണെങ്കിൽ ഇതില് കൃത്യമായിട്ട് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹേമലത, ജോർജ് കുട്ടിയുണ്ട്. ജോർജ് കുട്ടി സംസാരിക്കട്ടെ. പറഞ്ഞോട്ടെ. എല്ലാവർക്കും നമസ്കാരം. 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 പറയുന്നത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ വളരെയധികം നിങ്ങളുടെ ചർച്ച വളരെയധികം ആകർഷിക്കുകയും വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു.
നമ്മളെ ഒരു എഴുത്തുകാരിയെ അല്ലെങ്കിൽ എഴുത്തുകാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് മിക്കപ്പോഴും ഞാൻ എഴുതാൻ ആഗ്രഹിക്കുകയും എഴുതാൻ കഴിയാതെ പോവുകയും ചെയ്തു. ഹലോ 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 സർ, മൈക്ക് മ്യൂട്ടായി പോയല്ലോ. നോക്കട്ടെ. ഓക്കെ. ഇടയ്ക്ക് പറഞ്ഞതൊന്നും കേട്ടില്ല. ബ്രേക്ക് ആയിപ്പോയി. ബ്രേക്കായി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാൻ പറയാം. അതായത് ഞാൻ എഴുതാതെ പോയ വാക്കുകളാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ് അനുഭവങ്ങളാണ് ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എന്നപ്പോഴാണ് പലപ്പോഴും നമ്മൾ അവരെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനായി കാണുന്നത്. ഞാൻ അങ്ങനെ അരുതയെ പലപ്പോഴും ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതില് രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും പലപ്പോഴും നമ്മൾ എഴുതാൻ ശങ്കിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന അല്ലെങ്കിൽ പിന്നെ മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പലതും യാതൊരു മറവുമില്ലാതെ എഴുതാൻ അവർക്ക് കഴിയുന്നു എന്നുള്ള തന്റേടമാണ് എന്നെ അവരെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന ഒരു ഘടകം. ഇതിലെ പല കാര്യങ്ങളും പിന്നെ ഹെമലത ചോദിച്ചൊരു ചോദ്യം, ഇതെല്ലാം അല്ലെങ്കിൽ പ്രിൻസ് ചോദിച്ചൊരു ചോദ്യം, ഇതെല്ലാം കുറിച്ചു വെച്ചിട്ട് പറയുന്ന ഒരിക്കലും ആയിരിക്കത്തില്ല. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും എനിക്ക് ബാല്യത്തിൽ പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് അരുത് റോയി ഓരോ അനുഭവങ്ങളും യഥാർത്ഥത്തിൽ കുറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ജൈവികത നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ അനുഭവങ്ങളിലൂടെ, അതായത് എഴുത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എഴുത്തുകാരന് നഷ്ടപ്പെടുകയും എഴുത്ത് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അനന്തയുടെ. ഹലോ, വീണ്ടും പോയല്ലോ. ബ്രേക്കായി. അതെ. ഹലോ, അദ്ദേഹം അറിയുന്നില്ല. ജോർജ് സർ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ തൽക്കാലം എന്റെ ഫോണിന്റെ കുഴപ്പമാണോ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. എവിടെ ഈ എഴുതൂരുടെ എഴുത്തിനെ പലപ്പോഴും എന്നെ ആകർഷകമാക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളുമാണ് അവർ പറയുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു. അത് രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ എന്തുകൊണ്ട് എനിക്ക് ആ വാക്ക് കിട്ടിയില്ല, എനിക്ക് എന്തുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ പല നറേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരിക്കലും കുറിച്ചു വെച്ചിട്ട് പിന്നെ അതിനെ പകർത്തി എഴുതി പിന്നെ വീണ്ടും പോയി അല്ലേ? അതെ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതിന്റെ കണക്ഷൻ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. അതായത് കുറിച്ചു വെച്ച് എഴുതിയതായിരിക്കില്ല അനുഭവങ്ങളിൽ. ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ അവസാനിപ്പിക്കുവാണ്. നാച്ചുറൽ ഫ്ലോ ഓഫ് റൈറ്റിംഗ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ സമ്മറി അതാണ്. പിന്നെ അത് മാത്രമല്ല, മർമേരി കംസ് ടു മീ എന്ന് പറയുന്ന ആ ടൈറ്റിൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഈ ഉപേക്ഷിക്കാൻ കഴിയാതെ നമ്മൾ പലതും നമ്മൾ വീട്ടിൽ നമ്മൾ കൂട്ടിവെക്കും. പുസ്തകങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല, പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയാണെങ്കിലും ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ്, അതിനെ വീണ്ടും ഓർത്തെടുക്കാനുള്ള ഒരു മനസ്സ്, അതാണ് പലപ്പോഴും ഇവരുടെ എഴുത്തിനെ ആകർഷകമാക്കുന്നത്. അത് ഏത് കാര്യത്തിനായാലും നിഷ്കരണം ഉപേക്ഷിച്ച് കളയുക, അതിനുശേഷം വീണ്ടും അതിനെ ഒരു ഇഷ്ടപ്പെട്ട് കുട്ടികൾ കളിപ്പാട്ടം എടുക്കുന്നത് പോലെ ആ അനുഭവങ്ങളെ തന്നെ വീണ്ടും എടുത്ത് വയ്ക്കുക. ഇതാണ് ഈ എഴുതുന്ന ഫിക്ഷനിലാണെങ്കിലും നോൺ ഫിക്ഷനിലാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും പറയുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നന്ദി. നമസ്കാരം. സന്തോഷം ജോർജ് കുട്ടി, നമസ്കാരം. എന്തായാലും ഇന്ന് ഇനി ചർച്ചയിൽ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി. ശ്രീകുമാർ സാർ ഉണ്ട് താഴെ. സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മുന്നോട്ട് വരണം. അതെ. അപ്പൊ ഇന്ന് മുഖ്യ വിഷയം അവതരിപ്പിച്ച ശ്രീ ഡോക്ടർ CP ഷഫീഖ് നമ്മുടെ സുഹൃത്താണ്. ഞാൻ ആ സമയത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം കവിയാണ്. കുറുങ്കവിത സമാഹാരം അദ്ദേഹത്തിന്റെ ഉണ്ട്. ഹേമലത ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. സാർ തന്ന ബയോഡേറ്റയിൽ അത് കണ്ടില്ലല്ലോ. മറവിയുടെ താക്കോൽ.
മറവിയുടെ അത് താക്കോൽ പറഞ്ഞു. അത് മറവിയുടെ പറഞ്ഞിട്ടുണ്ട്. താക്കോൽ അത് കുറുങ്കവിത സമാഹാരമാണ്. അതിന് ഉമ്മൻചാണ്ടി സ്മാരക അധ്യാപക സാഹിത്യ പ്രതിഭ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം മലപ്പുറത്തെ സംസ്കാര വേദികളിൽ വളരെ സജീവമാണ് അദ്ദേഹം. ഈ പരിപാടി തീരുന്ന മുമ്പ് സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയിലെ ഒന്ന് രണ്ട് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വരികൾ അദ്ദേഹം ഇവിടെ ചൊല്ലും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം നമ്മുടെ ഈ മദർ മേരി കംസ് ടു മീ എന്നുള്ള ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ പലപ്പോഴും പെർസെവിയറൻസിന്റെ കാര്യത്തില് ഈ അതിജീവിക്കുന്ന പല കാര്യങ്ങളെയും അതിജീവിക്കുന്ന കാര്യത്തില് ഈ മേരി റോയുടെ ഒരു ഗ്രിറ്റാണ് ഈ മകളിലേക്ക് വരുന്നതെന്നുള്ളത്. ഇൻ ഓൾ ടൈംസ് ഓഫ് ക്രൈസിസ് മദർ മേരി കംസ് ടു മീ എന്നുള്ളൊരു തിങ്കിങ് ആണ് എനിക്ക് തോന്നിയത്. അതിനെ പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. കാരണം മദർ മേരി സഹിച്ച കാര്യം എന്ന് വെച്ചാൽ അവരുടെ കഷ്ടപ്പാടും ആ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മകൾ അതിനപ്പുറം സഹിച്ച ഒരാളാണ്, അതിനപ്പുറം അതിജീവനം നടത്തിയ ഒരു വ്യക്തിയാണ് ശരിക്കും. അപ്പം ആ ഒരു എന്താണ് പെർസെവിയറൻസിന്റെ കാര്യത്തിൽ അമ്മയുടെ ആ ഒരു ഗ്രിറ്റ് ആൻഡ് കറേജ് അത് കൂടെ അത് വരുന്നതുകൊണ്ട് തന്നെയാണ് അരുന്ധതിക്ക് ഈ രീതിയിലാകാൻ കഴിഞ്ഞതെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ബീറ്റിൽസിലെ ആ ഒരു വരി തന്നെയാണ് അവരെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബീറ്റിൽസിലും ഇതേപോലെ തന്നെയാണ് ആ പാട്ട് പാടുന്നതും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഒരു മദർ ഈഗോ നമ്മളിലേക്ക് യഥാർത്ഥത്തിൽ ആവേശിക്കപ്പെടും. അതിന്റെ ഒരു പ്രതീകമായിട്ട് കൂടിയാണ് ഈ ടൈറ്റിൽ അങ്ങനെ കടന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. ഷഫീഖിന്റെ മൈക്ക് ഓഫ് ആണ്, മൈക്ക് ഓൺ ചെയ്യും. പിന്നെ ഞാൻ ഇതിന്റെ ഇവിടെ സപ്ലിമെന്റ് ചെയ്ത കാര്യത്തില് ഈ അരുന്ധതി റോയുടെ പൊളിറ്റിക്സ് അല്ലെ, അത് രണ്ടുപേരും സംസാരിച്ചപ്പോ പ്രിൻസ് അതേപോലെ മറ്റേവരൊക്കെ പറഞ്ഞല്ലോ, ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഴ്സണലി പൊളിറ്റിക്കൽ എന്നാണല്ലോ. ഇപ്പൊ നമ്മളെല്ലാരും പൊളിറ്റിക്കലാണ്. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്നുള്ളത് വളരെ പഴയ കോൺസെപ്റ്റ് ആണ്. പക്ഷെ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരുടെ പൊളിറ്റിക്സ് പോലെയല്ല. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങുന്ന പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ തന്നെ അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരുന്ധതി റോയുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ഷി ഹാസ് ഡെവലപ്ഡ് ഹെർ ഓൺ പൊളിറ്റിക്കൽ അനാലിറ്റിക്കൽ സ്കില്ല്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടോ, ബിക്കോസ് അരുന്ധതി റോയുടെ ക്രിറ്റിസിസം കടന്നു പോകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമല്ല അത് പിന്നെ ഷീസ് പൊളിറ്റിക്കൽ. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് ഇൻവോൾവ് ചെയ്തു ഓരോ ഇഷ്യൂലും. അത് നർമ്മദയുടെ വിഷയമാണെങ്കിൽ, കശ്മീർ ഇഷ്യൂ ആണെങ്കിൽ, നെക്സലിസം അല്ലെങ്കിൽ അമേരിക്കൻ ഇംപീരിയലിസത്തിനെതിരാണെങ്കിൽ, സാഫ്രൺ പൊളിറ്റിക്സിനെതിരെയുള്ള അത് എന്തുകൊണ്ട്, വൈ ഐ ഗോട്ട് ഇൻവോൾവ് ഇൻ ഓൾ ദീസ് തിങ്സ്. ദിസ് ബുക്ക് ഈസ് ആൻ ആൻസർ ടു മെനി ഓഫ് ദോസ് ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ പുസ്തകം. അതാണ് ഈ പുസ്തകമായിട്ടുള്ള ചർച്ചയിൽ എനിക്ക് പിന്നെ പറയാനുള്ളത്, ഈ പൊളിറ്റിക്സ് എന്നത് പറഞ്ഞതുകൊണ്ട്. അല്ല, ഇതിലെ ഒഴുക്കിനെതിരെയാണ് അരുന്ധതി റോയ് എപ്പോഴും നീന്തുന്നത്. കാര്യം ഭരണകൂടങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു റൈറ്ററാണ് അരുന്ധതി. തീവ്ര ഭാഷയുടെ ഒരു തീവ്രത അതിനകത്തുണ്ട്. കൺവിക്ഷൻസ് അവർ ഉറച്ചു നിൽക്കുന്നു അതിനകത്ത്. ജയിലിൽ പോയിട്ടുണ്ട്. ആ അധ്യായം നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അല്ല, ജയിലിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം ജയിലിൽ കിടന്നത് കൊണ്ടാണ് ഷീ ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ കശ്മീർ പൊളിറ്റിക്സ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അനുഭവം ഉണ്ടാവുകയും ആ കശ്മീരി ആയിട്ടുള്ള അവരെ ജയിലിൽ വെച്ച് കാണുകയും ചെയ്തത് കൊണ്ടാണ് ഷീ ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഏരിയ. അപ്പൊ ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ചിട്ടുണ്ട്. അതെ, താങ്കൾ പറഞ്ഞോണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളികൾക്കകത്ത് ഒതുക്കാൻ പറ്റില്ല അരുന്ധതിയുടെ രാഷ്ട്രീയം. അതാണ് അതിന്റെ പ്രാധാന്യവും. എഴുത്തിന്റെ രീതിയും എഴുത്തിനുള്ള സമീപനം നമ്മുടെ നാട്ടിലെ എഴുത്തുകാർക്ക് സങ്കല്പിക്കാവുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് അരുൺ ഷൂരിയൊക്കെ എഴുതിക്കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പഞ്ചാബി കൊട്ടേഷൻസ് ഉണ്ടാവും ഇഷ്ടംപോലെ. അപ്പൊ പത്രങ്ങളിലൊക്കെ മെയിൻ സ്റ്റോറിനൊക്കെ അകത്ത് തന്നെ പഞ്ചാബി കൊട്ടേഷൻസ് വരുന്നുണ്ടായിരുന്നു.
അപ്പൊ അതേപോലെ ഡീവിയേറ്റ് ചെയ്യുന്ന മെയിൻ സ്ട്രീം ഇംഗ്ലീഷിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ, ഇതിനകത്തുണ്ടല്ലോ ഇഷ്ടം പോലെ. അതെ. പണ്ട് കാലത്തെ എഴുത്തിൽ ഗ്രീക്ക് വരുമായിരുന്നല്ലോ. ഗ്രീക്ക് വരുവാണെങ്കിൽ പിന്നെ അതെ. ഏത് ഭാഷയ്ക്ക് വന്നുകൂടാ. വരാം. അപ്പൊ ഇനി നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ കാര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഫ്രാൻസിനെ ആ, ഫ്രാൻസ് രാഷ്ട്രീയത്തെ സാർട്ടർ വിമർശിക്കുമ്പോൾ സാർട്ടറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഡീഗോ എന്ന് പറയുന്ന ഒരു സാർട്ടർ ഈസ് ഫ്രാൻസ്, വി കാണ്ട് അറസ്റ്റ് ഹിം എന്ന് പറയുന്ന പോലെ ഇത്രയും ഫിഗേഴ്സ് ആയിട്ട് BJPയെയും മറ്റുള്ള ഭരണകൂടങ്ങളെയും എതിർക്കുമ്പോൾ എന്തുകൊണ്ട് അരുന്ധതിയെ അവര് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അരുന്ധതി റോയ് ഇന്ത്യയായി മാറാൻ പലപ്പോഴും അവർ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഭരണകൂടം അവരെ ഭയക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ആ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ അകത്ത് അരുന്ധതി റോയ് ചോദിക്കുന്നുണ്ട്. ഈ ഇപ്പോ നമ്മുടെ JNU നടന്ന ഇഷ്യൂല് ഷീ ഗോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ് വൺ. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു, പക്ഷെ എന്തുകൊണ്ട് അവരെന്നെ ജയിലിലാക്കിയില്ല എന്നൊരു ചോദ്യം ഈ പുസ്തകത്തിന്റെ അകത്ത് ചോദിക്കുന്നുണ്ട് അരുന്ധതി റോയ്. അതിന്റെ റീസൺ ഒരുപക്ഷെ ഇതന്നെ ആയിരിക്കാം. ഒരു പ്രോമിനന്റ് ഇന്റർനാഷണൽ ഫിഗർ ആണ്. സ്വാഭാവികമായിട്ട് അവരെ ജയിലിൽ അറസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ചില ഒരു ഭരണകൂടത്തിനുണ്ടാകാവുന്ന ചില ക്ഷീണങ്ങൾ ആലോചിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം. അല്ല അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നും ആവില്ല. അവര് ജയിലിലാക്കുന്ന അരുന്ധതി റോയ് ഒരു പക്ഷേ പുറത്ത് കിടക്കുന്ന അരുന്ധതി റോയിയേക്കാളും പവർഫുൾ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ചെയ്തത്. അല്ല, എനിക്കും അതാണ് തോന്നുന്നത്. അവിടെ ഒരു ഇന്റർനാഷണൽ അപ്പീൽ ഉണ്ടല്ലോ, അത് അതിൽ കയറി തോണ്ടിട്ട് വെറുതെ പുലിവാല പിടിക്കണ്ടെന്നുള്ള തോന്നൽ ഇതിനകത്തുള്ളവർക്കുണ്ട്. എന്തായാലും ഒരു കാര്യം ഒരു സൈഡിലായിട്ട് പറയാൻ പറ്റുമോ, ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം യൂട്യൂബിൽ നോക്കിയാൽ അരുന്ധതിയുടെ പഴയ സിനിമ പലരും കാണുന്നുണ്ട്. അരുന്ധതി ആക്ട് ചെയ്ത ഒരു സിനിമയും ഒരു ടെലിവിഷൻ സീരീസ് അത് ഒരുപാട് പേര് കയറി നോക്കുന്നുണ്ട്. അത് ശരിയാ, ഞാനും അത് സെർച്ച് ചെയ്ത് ചില സീൻസ് ഒക്കെ അത് കണ്ടു. അരുന്ധതി റോയ് ആസ് ആൻ ആക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഷീസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലെ. ആ സമയത്ത് അവരുടെ ഫിഗർ ഇതൊക്കെ ഒരു ഫിലിം ആക്ടർ ആവാനുള്ള ഒക്കെ എല്ലാ സാധ്യത ഉള്ള ആളാണ്. ഒരു പക്ഷേ നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മുടെ ആമിർ ഖാനെ പോലെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആക്ടർ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരുടെയൊക്കെ ദീപ്തി നവൽ അങ്ങനെയൊക്കെയുള്ള ഫറൂഖ് ഷെയ്ഖ് പോലുള്ള ഒരു പാരലൽ സിനിമയുടെ കുറച്ച് ആളുകളുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ കൂട്ടത്തിൽ വേണമെങ്കിൽ അവർക്ക് നിൽക്കാവുന്നതായിരുന്നു. മിസ്റ്റർ റോയ് പറയുന്നുണ്ട്, നീ വലിയ സിനിമ നടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഫാദർ വരുന്ന ഒരു രംഗമുണ്ട്. യഥാർത്ഥത്തിൽ അതും കൂടെ അറിഞ്ഞിട്ടാണ് വരുന്നത് അന്ന്. നമ്മൾ ഈ അരുന്ധതിയുടെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ് കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാര്യം ഇപ്പോഴത്തെ അന്നദാതാക്കളായ പുതിയ പൊന്നു തമ്പുരാക്കന്മാർക്ക് വഞ്ചീശമംഗളം പാടുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിലല്ല അരുന്ധതി. കേരളത്തിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരമായുള്ള ഒരു കാഴ്ചയാണിത്. ആ ഗണത്തിലേ അല്ല. അല്ല, അവര് ആർക്കും പാടാറില്ല എന്നുള്ളതാണ്. ആർക്കു വേണ്ടി, അതെ, ഒരാൾക്ക് വേണ്ടിയും പാടുന്നില്ല. അങ്ങനെ പാടിയിരുന്നെങ്കിൽ ഇത്രയും അധികം ശത്രുത ഉണ്ടാവൂല്ലായിരുന്നു. അവര് എല്ലാം കോൺട്രവേഴ്സിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അവര് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും അടുത്ത ദിവസം വാർത്തയാവുന്നുണ്ട്, കോടതിയിൽ എത്തുന്നുണ്ട് പലപ്പോഴും. അല്ല, സ്വന്തം കൺവിക്ഷൻസിൽ ഉറച്ചിരിക്കാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ? അതെ. ഒരു ജനാധിപത്യത്തിൽ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത് പലപ്പോഴും. പീപ്പിൾസ് റൂളിൽ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. അപ്പൊ അതുകൊണ്ട് അരുന്ധതി, ഈ മദർ മേരി പറയുന്നത് പോലെ അരുന്ധതിയുടെ ആ എഴുത്തിന്റെ സ്കില്ല് കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ ബാക്കി ആരെയും സന്തോഷിപ്പിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, അവരുടെ എഴുത്ത് നമുക്ക് വായിക്കുമ്പോഴേ അറിയാലോ, അത് ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ അല്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എഴുതുന്ന ശോഭ ഡേയുടെ പോലെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അവർക്ക് നന്നായിട്ട് ഇൻസ്പിറേഷൻ വരുമ്പോ അവർ എഴുതുന്നു. ആ എഴുത്ത് നല്ല ക്രാഫ്റ്റി ആയിട്ടുള്ള ഒരു എഴുത്ത് തന്നെയാണ് നമുക്ക്
രണ്ട് കൈ നീട്ടി വായനക്കാരൊക്കെ സ്വീകരിക്കുന്നു, ലോകം മുഴുവൻ അല്ല സ്വീകരിക്കുന്നു. അല്ല എനിക്ക് തോന്നുന്നത് അവരങ്ങനെ ആ, ഒരു പിന്നെ ഇത്ര ഫിക്ഷൻ എഴുതണം ഇങ്ങനൊന്നും ഒരു ആ, പ്ലാൻ ഇല്ല. ഇല്ലായിരുന്നു. ഇപ്പൊ 97 ഫസ്റ്റ് നോവൽ വന്നത്. സെക്കൻഡ് നോവൽ വരുന്നത് 2017 ആഫ്റ്റർ 20 years ആണ്. അതെ. അപ്പൊ അത് എഴുതാനുള്ള ഒരു സ്റ്റഫും അതിൻ്റെതായ ഒരു സാധനം ഉള്ളിൽ കയറുമ്പോഴുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് അത് വരുന്നത്. അതെ അതല്ലാതെ ഒരു പിന്നെ ഇത്ര സമയത്തിന് ഇത്ര പ്രൊഡക്റ്റ് ഉണ്ട് അവിടുന്ന് പിന്നെ ഓർഡർ വന്നിട്ടുണ്ട് അതിനു വേണ്ടി തീർക്കുന്ന എഴുത്തല്ല. ഇത് രണ്ടും രണ്ടാണല്ലോ. അതെ. ആ ഡിഫറൻസ് ശരിക്കും കാണുന്നുണ്ട് അത്. ഈ അപ്പൊ അത് ആയമടത്തുനിന്ന് കൊണ്ടുവന്ന കളിമണ്ണുകൊണ്ടാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് ഇനിയും അവർക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അല്ല, 3 അവര് പുസ്തകങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അവര് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പോണിറ്റയിലുണ്ട് എഴുത്തുകാരി എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ നോവൽ പ്രൈസ് അല്ലെ ബുക്കർ പ്രൈസ് കിട്ടിയുള്ള എഴുത്തുകാരി എന്നുള്ള ഒരു പോണിറ്റൈൽ റൈറ്റർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നവര് ഇല്ല. പറയുന്നു. എല്ലാവരും ഇങ്ങനെ നമ്മൾ ഇന്നടത്ത് ഇന്ന അവാർഡ് കിട്ടിയ ആൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാഗ് ലൈനിലൂടെയാണ് ഓരോരുത്തരും അവരെ കട്ടായി. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇവർക്ക് മാൻ ബുക്കർ കിട്ടുമ്പോൾ നമ്മള് പിന്നെ അഭിമാനിച്ചിരുന്നത് ആദ്യത്തെ ഇന്ത്യൻ വനിതയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അവരുടെ കഷ്ടപ്പാടിന് അന്ന് കൊടുത്തത് ഒരു ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം പോലെ അവര് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അത് വന്ന് വീഴുന്നത്. $15 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു തുക. കയ്യിലെ ശമ്പളം, പകുതി ശമ്പളവും വാടക കൊടുത്ത് ബാക്കിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ അവർക്ക് അതൊരു വലിയ ഭാഗ്യം കൈവന്നതാണ്. അവർ പല സ്ഥലത്തും ഇതിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു അലിട്രേഷൻ പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ലക്കി. ലക്കി, അത് ശരിയാണ്. തീർച്ചയായിട്ടും അവര് വളരെ ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം പലപ്പോഴും അവര് ചിന്തിക്കാത്ത, വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട് പല ഇടങ്ങളിൽ നിന്ന്. കിട്ടാതെ അല്ലെ, ലക്ക് പോകുന്നുണ്ട്. ഫേവേഴ്സ് ഹാർഡ് വർക്കിംഗ് എന്നുണ്ട്. അതെ. അല്ല, ഇപ്പൊ ഒരു ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ അവർക്ക് പേരെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു നല്ല ആർക്കിടെക്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ ആർക്കിടെക്ചർ സ്കിൽ അവർ ഇത് ഉപയോഗിക്കുന്നത് എഴുത്തിലാണെന്ന് മാത്രം. അപ്പം നിങ്ങൾ ഈ പരമ്പരയുടെ അടുത്ത ആഴ്ച PV ഷാജികുമാറിന്റെ നോവൽ മരണവംശമാണ് ചർച്ച ചെയ്യുന്നത്. അത് അവതരിപ്പിക്കുന്നത് KV സജയ് ആണ്. അതായത് 11-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതിയുള്ള അധ്യായം. ശരി പ്രദീപ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഷഫീഖിന്റെ ഒരു കവിത, ഷഫീഖ് വില്ലിംഗ് ആണെങ്കിൽ ഒരു ചെറിയ കവിതയും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഇത് കുറുങ്കവിതകളുടെ ഒരു കളക്ഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അത് പറയുമ്പോ സാർ ഇപ്പൊ ഓക്കെ. പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അത് പറഞ്ഞില്ല, പക്ഷെ പുസ്തകത്തിനെ പരിചയപ്പെടുത്തി. ഓക്കെ. മറവിയുടെ താക്കോൽ എന്നാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ. പല കാലങ്ങളിലായി എഴുതിയ കുറുങ്കവിതകള്, ചിലതൊക്കെ ഫിലോസഫിക്കലാണ്, ചിലത് അനുഭവങ്ങളാണ്. ടേക്കൺ എക്സാമ്പിൾ ഫ്രം നേച്ചർ. എന്തായാലും അതിൽ 1-2 കവിതകൾ കുറുങ്കവിതകളായതുകൊണ്ട് 2-3 ഒക്കെ ചെല്ലാലോ. അതെ. അതിന്റെ ടൈറ്റിൽ പോയം ചെല്ല, മറവിയുടെ താക്കോൽ. ഇത് ഒരുപക്ഷെ നമ്മുടെ നോവലുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അത് എടുക്കാം. മറവിയുടെ താക്കോൽ. ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോട് എല്ലാം പൊറുക്കാം, മറക്കണമെന്ന് വാശി പിടിക്കരുത്. മറവിയുടെ താക്കോൽ എന്റെ കയ്യിലല്ല. ഒരുപക്ഷെ മറവിയുടെ താക്കോൽ ഇല്ലാത്തത് കൊണ്ടാവാം അരുന്ധതി റോയ്ക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. നെക്സ്റ്റ്, നിലപാട്. ഒരു ചെറിയ കവിതയാണ്, ഈ പുസ്തകത്തിന്റെ അകത്തുള്ളതാണ്. നമ്മളിപ്പോ നിലപാടിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ സംസാരത്തിൽ വന്നത്. നിലയുറപ്പിച്ച് പാടുപെടുന്നതിനെയാണ് അവർ നിലപാടെന്ന് വിളിക്കുന്നത്. നിലയുറപ്പിച്ചു പാടുപെടുന്നതിനെയാണ് അവർ നിലപാടെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ എഴുത്തുകാർക്കും നിലപാടുണ്ട്. അവരെല്ലാരും നിലയുറപ്പിച്ച് തന്നെയാണ് പാടുപെടുന്നത്. അതെ, അതെ. ഇനിയൊരു ജസ്റ്റ് എന്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കവിത അല്ല, അതുകൊണ്ട് കഴിഞ്ഞ അധ്യാപനം. വെള്ളമൊഴിക്കുമ്പോഴും വളം ചേർക്കുമ്പോഴും അസ്വസ്ഥരാകുന്ന ചെടികളുള്ള തോട്ടത്തിലെ തോട്ടക്കാരന്റെ ജോലിയാണ് അധ്യാപനം. എക്സലന്റ്. ഓക്കെ, താങ്ക് യു.
അത് ആത്മഹാസം ആണ് അതിനകത്തുള്ളതല്ലേ? അതെ 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 അത് ഗംഭീരായിട്ടുണ്ട്. എല്ലാ ടീച്ചർമാർക്കും മനസ്സിലുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഹേമലത Okay, തന്നെ Pradeep sir, Hema madam, thank you very much for the താങ്ക് യു വെരി invitation. മച്ച്. It was a very nice time. Okay. അതിന്റെ ഒരു സമാപന ആപ്തവാക്യം ഹേമലത പറയട്ടെ. ഇന്ന് അത് ആരംഭിച്ചു ഹേമലതയാണല്ലോ. ഓക്കെ. തീർച്ചയായിട്ടും അരുന്ധതി റോയുടെ വളരെ പ്രശസ്തമായ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഒരു പുസ്തകത്തിനെ അവതരിപ്പിക്കുകയായിരുന്നു ശ്രീ ഷഫീഖ്. വളരെ ഗംഭീരമായിട്ട് എഴുതപ്പെട്ട ആ ഒരു പുസ്തകത്തിനെ അതുപോലെ ആ ഗാംഭീര്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശ്രീ ഷഫീഖിന് അവതരിപ്പിക്കാൻ പറ്റി. മാത്രമല്ല ഇവിടെ ചർച്ചയില് ശ്രീ എസ് ഡി പ്രിൻസ്, ശ്രീ സാമുവൽ ജോർജ് ഇവരെല്ലാവരും പങ്കെടുത്തു. അങ്ങനെ ഇത് ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു അധ്യായമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഈ പുസ്തക അവതരണവും അതിന്റെ വിശകലനവും. തീർച്ചയായിട്ടും ശ്രീ ഷഫീഖിനോട് ഈ ഒരു ഉദ്യമത്തിന് വളരെ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ക്ലബ് ഹൗസിന്റെയും പ്രദീപ് സാറിന്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദി ഇതോടുകൂടി പറയുകയാണ്. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത് ഇതിനെ ഒരു വലിയ വിജയമാക്കിയ ശ്രീ പ്രിൻസ്, ശ്രീ ജോർജ് സർ രണ്ടുപേർക്കും ഉള്ള നന്ദി. അതുപോലെ ഇതിലെ ലിസണേഴ്സ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ഇപ്പൊ കാണുന്നില്ല. ശ്രീകുമാർ സാർ ഉണ്ടായിരുന്നു, പ്രേമലത, ശ്രീകുമാർ മേനോൻ, ശ്രീമതി ബൈന്ദ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ഇതില് തീർച്ചയായിട്ടും ക്ലബ് ഹൗസിൽ വീണ്ടും കാണണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രദീപ് സാർ അവസാനിപ്പിക്കാം അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എസ് ഡി പ്രിൻസ് അദ്ദേഹം ഈ പരമ്പരയിൽ പിന്നീട് ഒരു അവസരത്തിൽ അതിഥിയായി ഒരു പുസ്തകം അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ, ഞാൻ ലിസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു. Okay. Thank you. Good night.